പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന് സ്തോത്രം ചെയ്യുക. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ആയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതായ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണ്. ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് സംബന്ധിച്ചുള്ളതായ വിശദാംശങ്ങൾ, കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് നിങ്ങൾക്കുണ്ടാകുന്നതായ നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അതത് സമയങ്ങളിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് മറുപടി തരികയും ചെയ്യുവാൻ തക്കവടിയായിത്തീരും. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സാക്ഷ്യം കേൾക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന അതിഥിയെ നമുക്ക് ക്ഷണിക്കാം. നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സിസ്റ്റർ ടിനു ധനേഷ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്കവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസി ടിനു ധനേഷിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ ഈ തരുണത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ആമേൻ. കർത്താവിൻ്റെ ദാസി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ സിസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രേക്ഷകർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. മുമ്പേ കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ എന്റെ പേര് ടിനു ധനീഷ് എന്നാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് ധനീഷ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാള് ജെറോണ, മോൾക്ക് 4.25 വയസ്സ്. ഇളയയാള് ജെറോൺ, കുഞ്ഞിന് 2.25 വയസ്സ്. ഞങ്ങള് കുടുംബമായി കർത്താവിന് വേലയുള്ള ബന്ധത്തില് റാന്നിയില് ഇടപ്പാവൂർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൂട്ടായ്മയിലായിരിക്കുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. ആമേൻ. സിസ്റ്ററെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും തുടർന്നുള്ളതായ സമയം സിസ്റ്ററിന്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവം നമ്മ മഹത്വത്തിന് വേണ്ടി ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് സമയം വേർതിരിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സംസാരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ പേര് ഒരിക്കൽ കൂടി പറയാം. എന്റെ പേര് ടിനു ധനേഷ് എന്നാണ്. ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾ കുടുംബമായി സന്തോഷമായി ആയിരിക്കുന്നു. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1997 ഒക്ടോബർ മാസം 31-ാം തീയതി പാലായില് ടോമി മണിക്കുട്ടി ദമ്പതിമാരുടെ ഇളയ മകളായിട്ട് ഞാൻ ജനിച്ചു. എന്റെ സ്വദേശം പാലായിലാണ്. അമ്മ വീടും പപ്പ വീടും എല്ലാം അവിടെയാണ്. ഞങ്ങൾ തറവാടൊക്കെ അവിടെയാണ്. ജനിച്ച ഒരു 9 വയസ്സ് വരെ ഞാൻ പാലായിൽ എന്റെ മാതാപിതാക്കളോടൊപ്പം ആയിരുന്നു. അതിനുശേഷം കുടുംബജീവിതത്തിൽ പപ്പയുടെ മമ്മിയുടെയും ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ മുഖാന്തരം, പ്രത്യേകം അത് ദൈവത്തിന്റെ ഹിതപ്രകാരം, പിന്നീട് ഞാൻ അങ്ങോട്ട് 9 വയസ്സിന് ശേഷം എന്റെ ജീവിതം ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ആലുവ ചെമ്പ്രക്കയിലുള്ള ഒരു ഓർഫനേജിലായിരുന്നു. അതിന്റെ സാഹചര്യം അങ്ങനെ അതിലേക്ക് പോകാനുള്ള പശ്ചാത്തലത്തെ ഞാൻ വിവരിക്കുന്നതാണ്. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് ഒരിക്കൽ കൂടി കടക്കുകയാണ്. ഞാൻ അങ്ങനെ ആയിത്തീരുവാനുള്ള സാഹചര്യം എന്റെ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നതിൽ വളരെ സന്തോഷവതിയാണ് ഞാൻ. അത് അനേകർക്ക് ആശ്വാസമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു 4ാം ക്ലാസ് വരെ ഞാൻ എന്റെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ ആ ഒരു ലൈഫ് പറയുന്നതിന് മുന്നേ പപ്പയുടെ മമ്മിയുടെ ജീവിതത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്റെ മമ്മി അവര് 7 മക്കളാണ്. 7 മക്കളിൽ 6ാമത്തെ മകളായിട്ട് എന്റെ മമ്മി ജനിച്ചു. മമ്മിയുടെ പപ്പ പോലീസായിരുന്നു. അമ്മ ടീച്ചറുമായിരുന്നു. അങ്ങനെ എന്റെ മമ്മി 6 സഹോദരങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറി. മമ്മിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 10ാം ക്ലാസ്സിൽ മമ്മി പഠിക്കുന്ന സമയം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ സമയത്ത് മമ്മിക്ക് പെട്ടെന്ന് ഒരു ഭയം ഉണ്ടായി. ആ ഭയം മമ്മിയുടെ ജീവിതത്തിൽ വളരെ മമ്മിയെ അസ്വസ്ഥമാക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയത്തെ തുടർന്ന് അമ്മയ്ക്ക് എപ്പോഴും എന്ത് കാര്യം ചെയ്യുന്നതിലും ഒരാളുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് എപ്പോഴും ആവശ്യമായി തീരുന്ന ഒരു തലത്തിലേക്ക് ആ ഭയം മാറ്റുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ എന്റെ അമ്മയുടെ പപ്പായും മമ്മിയും മറ്റ് സഹോദരങ്ങളെക്കാൾ, തന്റെ മറ്റു മക്കളെക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവും കെയറും കൂടുതൽ മമ്മിക്ക് കൊടുത്തു. അതുപോലെയാണ് മമ്മിയെ കൊണ്ട് നടന്നത്. അമ്മയ്ക്ക് ഒരു കുറവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ വളരെ സന്തോഷമുള്ള, സാമ്പത്തികമായും നല്ല ഭദ്രതയുള്ള കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും അമ്മയ്ക്ക് വളരെ സന്തോഷത്തോടെ അമ്മ അങ്ങനെ ജീവിച്ചു പോരുന്ന സാഹചര്യത്തില് ഈ ഒരു ബുദ്ധിമുട്ട് മറച്ചു വെച്ച് അമ്മയെ പപ്പയുമായിട്ട് വിവാഹം നടത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ ആരംഭ ഘട്ടങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ട് പപ്പയ്ക്കോ പപ്പയുടെ വീട്ടുകാർക്കും ഉണ്ടായില്ല. എന്നാൽ തുടർമാനമായി അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചില പ്രതിസന്ധികൾ വരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, അമ്മ അതുപോലെ നല്ലൊരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലും
അതുപോലെ സ്നേഹവും ഒരു കുറവും വരുത്താതെ അമ്മയുടെ മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം വളർത്തിയത് കൊണ്ട് തന്നെ അമ്മയുടെ ചില സ്വഭാവങ്ങൾ അത് പപ്പയ്ക്കും പപ്പയുടെ വീട്ടുകാർക്കും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ കുറച്ച് കളർ മങ്ങിയ വസ്ത്രം അമ്മ അത് അപ്പോഴേ തന്നെ അമ്മയ്ക്ക് അത് കളർ മങ്ങിയെന്ന് തോന്നുന്ന പക്ഷം അത് കളയും, വേറെ വാങ്ങണം എന്നുള്ള നിർബന്ധം ഉണ്ടാകും. അതുപോലെ കുറച്ച് കളർ മങ്ങിയ പ്ലേറ്റിൽ ആഹാരം കഴിക്കാൻ അമ്മയ്ക്ക് മടിയുണ്ടായിരുന്നു. കിച്ചണിൽ യൂസ് ചെയ്യുന്ന എന്ത് സാധനവും കുറച്ച് പഴയതായിട്ട് അമ്മയ്ക്ക് തോന്നിയാൽ തീർച്ചയായും അമ്മ അത് കളയുമായിരുന്നു. അപ്പൊ അതിന് പ്രത്യേകിച്ച് പെർമിഷൻ ചോദിക്കത്തൊന്നുമില്ല, അതെടുത്ത് താൻ കളയുമായിരുന്നു. അപ്പൊ അങ്ങനെ വല്ലാത്തൊരു അത് പപ്പയുടെ വീട്ടുകാർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ പപ്പായും അമ്മയും മാത്രമായിട്ട് തനിച്ച്, അന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ തനിച്ച്, അവർ തനിച്ച് ഒരു കുടുംബമായിട്ട് വീടെടുത്ത് മാറി താമസിക്കാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ഒരു സഹോദരനാണുള്ളത്. ഞങ്ങൾ 2 മക്കളാണ്. ഞങ്ങൾ തമ്മിൽ 1.5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. റിച്ചു എന്നാണ് എന്റെ സഹോദരന്റെ പേര്. അങ്ങനെ ഞങ്ങള് പാല പ്രവിത്താനത്ത് ഒരു സ്വന്തമായൊരു ഭവനം വാങ്ങി. സഹോദരങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ സഹായത്തോടു കൂടി ഒരു ഭവനം വാങ്ങി. അവിടെ ഞങ്ങൾ എങ്ങനെ താമസിച്ചു പോരുന്നു. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ എന്റെ സഹോദരൻ ജന്മന ഒരു 65% മെന്റലി റിട്ടയർഡ് ആണ്. അപ്പോൾ തന്നെ എന്റെ സഹോദരന്റെ നാവിന് ചെറിയ തടിപ്പുള്ളത് കൊണ്ട് സംസാരമൊന്നും ക്ലിയർ ആയിരുന്നില്ല. മാത്രമല്ല വിക്ക് ഉള്ളതായ ഒരു പ്രയാസം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ പപ്പ പിന്നീട് അവിടുന്ന് സൗദിക്ക് പോയി. അവിടെ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു സാലറിയുടെ ഒരു നല്ലൊരു പോർഷനും അമ്മയ്ക്ക് ഇവിടെ അയച്ചു കൊടുക്കുമായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അഡ്വൈസ് കേട്ടപ്പോൾ കുറച്ച് ട്രീറ്റ്മെന്റ് ഈ കൊച്ചിലെ പ്രായത്തിൽ തന്നെ നല്ല ട്രീറ്റ്മെന്റ് കൊടുത്താൽ, തെറാപ്പി ഒക്കെ ചെയ്താൽ ചേട്ടന് ഒത്തിരി വ്യത്യാസം വരുമെന്ന് ആളുകൾ പറഞ്ഞ് അങ്ങനെ പപ്പ മനസ്സിലാക്കി. പപ്പയ്ക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു നല്ലൊരു പോർഷൻ ചികിത്സയ്ക്ക് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അമ്മ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ചെയ്തില്ല. ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് വിശ്വസ്തയായി നിൽക്കാൻ കഴിഞ്ഞില്ല. അമ്മ കുറച്ചും കൂടെ ലാവിഷായിട്ട് ദൂരത്തായിട്ട് ജീവിച്ചു. കുറെ വസ്ത്രങ്ങൾ വാങ്ങി. അങ്ങനെ ഓട്ടോയിലെല്ലാം, ഒത്തിരി ദൂരമാണെങ്കിലും ബസ്സിലൊന്നും പോകത്തില്ല, ഓട്ടോയിൽ തന്നെ പോകത്തുള്ളൂ, പോയി വരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി പൈസ ട്രീറ്റ്മെന്റിന് ചെലവാക്കുന്നതിനേക്കാൾ അധികം പൈസ അമ്മയ്ക്ക് ചെലവായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞറിഞ്ഞ പപ്പയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി. പപ്പ പിന്നെ അത് നിർത്തി, ജോലി സൗദിയിൽ നിർത്തി ഇങ്ങോട്ട് വന്നു, നാട്ടിലേക്ക് വന്നു. പിന്നെ പപ്പയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കുറേശ്ശെ പൈസയും അപ്പ അയച്ചു കൊടുക്കുന്ന പൈസ തികയാത്തത് കൊണ്ട് അമ്മ കുറച്ച് പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം വാങ്ങി. അതും ഒരു കടമായി എന്നൊക്കെ അറിഞ്ഞപ്പോൾ പപ്പ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. തുടർന്ന് പപ്പ പൂർണ്ണമായിട്ട് ഒരു മദ്യപാനത്തിലേക്ക് പോയി. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ചാത്തൻ സേവയൊക്കെ പോലെയുള്ള ചില അന്ധവിശ്വാസങ്ങളിലും പെട്ടുപോയി. അപ്പൊ അങ്ങനെ പപ്പ ഈ ജീവനുള്ള കോഴിയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ തന്നെ എല്ലാവരുടെ മുമ്പിൽ, ഞാനും ചേട്ടൻ വന്ന് കുഞ്ഞാണ്, അതുപോലെ തന്നെ അമ്മയുടെ മുമ്പിൽ വെച്ച് ജീവനുള്ള കോഴിയുടെ കഴുത്തൊക്കെ കത്തി വെച്ച് അറുത്ത് ആ ബ്ലഡ് ഭിത്തിയിലും റൂമിലും ബെഡിലൊക്കെ അങ്ങ് ഇടുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ അമ്മയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി. അമ്മ ഓൾറെഡി ഇതൊന്നും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വല്ലാത്തൊരു ഭയം കൂടുതലായിട്ട് ഉണ്ടായി. പപ്പ മദ്യപിക്കുക മാത്രമല്ല ഉപദ്രവിക്കാനും തുടങ്ങി. അപ്പൊ അമ്മ മാനസികമായിട്ട് ശരിക്കും തളർന്നു. വല്ലാത്തൊരു അവസ്ഥയിലായി. അമ്മ കുറെ ഒന്നും പറയാതെ, സഹോദരങ്ങളോട് പറയാതൊക്കെ കുറെയൊക്കെ ഉള്ളിൽ തന്നെ ഒതുക്കി ഒതുക്കി അത് വല്ലാത്തൊരു പ്രതിസന്ധിയായി, വിഭ്രാന്തിയായിട്ട് മാറി. അങ്ങനെ പപ്പയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഒരിക്കല് ഞങ്ങൾ സ്കൂളിൽ വിട്ട്, ഞാനും എന്റെ ചേട്ടനും 3-ാം ക്ലാസ് പഠിക്കുന്ന പ്രായം, ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമ്മയെ അന്വേഷിച്ചിട്ട് അമ്മയെ കാണുന്നില്ല. വീടിന്റെ മുറ്റത്ത് തന്നെ പപ്പ വലിയൊരു വടിയുമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് താൻ നിൽക്കുന്നത്. അത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി പപ്പ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, എന്തും ചെയ്യാൻ പാകത്തിനുള്ള ഒരു മൂഡിൽ ആള് നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങള് ഒന്ന് പപ്പയോട് ചോദിച്ചില്ല. അമ്മ എന്ത് ചെയ്ത് കയറി അങ്ങോട്ട് നോക്കുക, അവിടെ ഇവിടെ എല്ലാം നോക്കി, റൂമിന് ചുറ്റുമൊക്കെ നോക്കി. അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ വീടിന് പുറത്ത് ചെറിയൊരു റൂമുണ്ട്. അതിൽ നമുക്ക് ഒത്തിരി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കുറെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്ന, അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, ചുക്കിലേക്ക് പിടിച്ച് വെട്ടമൊന്നും ഇല്ലാത്ത ഒരു ഇരുട്ടറ പോലത്തെ ഒരു റൂമുണ്ട്. അപ്പൊ അവിടെ എല്ലാവിടും നോക്കിയിട്ട് അവിടെയും കൂടെ നോക്കാനുണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് പോകാൻ തുടങ്ങിയപ്പോ പപ്പ ഞങ്ങളെ തടുത്തു. സ്കൂളിൽ വിട്ട് വന്നതല്ലേ, പോയി പുസ്തകങ്ങൾ എടുത്തിട്ട് വാ, ഇവിടെ വന്നിരിക്കെ, പാല് കുടിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പാല് ഇഷ്ടമല്ല, പിന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്ട് മാത്സ് ആണ്. അപ്പൊ എന്നോട് പപ്പ പറഞ്ഞു പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പാല് കുടിക്കാൻ, വേഗം ഡ്രസ്സ് മാറി വാ, മാത്സിന്റെ പുസ്തകം എടുത്തിട്ട് വരാനൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ നല്ല ഭയമായി. പപ്പ എന്ത് ചെയ്യും? ആ ഒരു കാര്യം മനസ്സിലാക്കി ഞങ്ങൾ. എന്തായിക്കോട്ടെ, പപ്പ പറഞ്ഞതിന് അത്ര വില കൽപ്പിക്കാതെ അമ്മയെ അന്വേഷിക്കണം, അമ്മയെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ആ റൂമിലേക്കും പോയി നോക്കി. അവിടെ പോയി നോക്കിയപ്പോ
കണ്ട അവസ്ഥ അമ്മയുടെ ഒരു സൈഡ് മുഴുവൻ ബ്ലഡ് ആയിട്ട് കണ്ണൊക്കെ വീർത്ത് വീങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ, ഒരു മുഖം മുഴുവൻ വീങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. അമ്മ പൊട്ടി കരയുക, അമ്മയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല, കരയുക, അമ്മ എന്താ പറ്റിയേ എന്ന്. ഞങ്ങൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പൊട്ടി കരയാൻ തുടങ്ങി. പപ്പ വേഗം മടിയൊക്കെ വന്ന് ഞങ്ങൾ അടിച്ചങ്ങ് ഓടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കൾ പൊക്കോ, കുഴപ്പമില്ല, അമ്മ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഞങ്ങളെ അങ്ങ് മാറ്റി വിട്ടു. കാരണം പപ്പ എന്ത് ചെയ്യും, അതുകൊണ്ട് അമ്മ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റരുതല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളെ മാറ്റിവിട്ടു. അങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്ന് അടിച്ച് ഒത്തിരി പപ്പ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എന്നെക്കാട്ടിയും കൂടുതൽ ഉപദ്രവം എന്റെ ചേട്ടനായിട്ടുണ്ടായിരുന്നേ. കാരണം കുടിച്ചു കഴിയുമ്പോ ചേട്ടന്റെ ആ ഒരു മെന്റലി കപ്പാസിറ്റി എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താന്നുള്ളത് പപ്പയ്ക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കാരണം അവർ അബ്നോർമലാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഭിത്തിയോടെല്ലാം ചേർത്ത് നിർത്തി സംസാരിപ്പിക്കും. സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ വിക്കി പറയുവാണെങ്കിൽ പപ്പയ്ക്ക് ദേഷ്യം വരും. നേരെ പറയടാ, ശരിക്കും പറയടാ എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് പോലെയുള്ള പപ്പ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം, അതും അബോധാവസ്ഥയിലുള്ള ഒരു പരിശീലനം കൊടുക്കും. അങ്ങനെ അത് ചേട്ടനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഭിത്തിയോടൊക്കെ ചേർത്ത് വെച്ച് ഒരുപാട് ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്ന്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈഫിലൂടെ പോകുമ്പോ ഞാനും എന്റെ ചേട്ടനും ശരിക്കും വെറുത്ത ഒരേ ഒരു മുഖം പപ്പയായിരുന്നു. ഈ ലോകത്ത് ഒരിക്കലും കാണണ്ട എന്ന് ആഗ്രഹിച്ച് തീരെ വെറുത്ത ഒരേ ഒരു വ്യക്തി പപ്പയായിരുന്നു. അതുപോലെ ഞാൻ എന്റെ പപ്പയെ വെറുത്തു. ആ ഒരു നല്ല ബാല്യകാലം എന്ന് പറയുന്നത് പപ്പയുടെ മമ്മയുടെ സ്നേഹമൊക്കെ കിട്ടി, അവരുടെ സ്നേഹമൊക്കെ കണ്ട് വളർന്ന സാഹചര്യത്തില് എനിക്കും എന്റെ സഹോദരനും അതൊന്നും ലഭിച്ചില്ല. മാത്രമല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പപ്പയമ്മയെ ഉപദ്രവിക്കുന്നവർ വഴക്കിടുന്നതെല്ലാം മാത്രം കണ്ടു വളരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. കുറെയൊക്കെ കഴിഞ്ഞ് പപ്പ ഒരു ദിവസം രാത്രിയില് വരാൻ വേണ്ടി വരുന്ന ആ ഒരു സമയമായപ്പോ അമ്മ പറഞ്ഞു, നിങ്ങൾ വേഗം ഉറങ്ങിക്കോ. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്നും ആ ഒരു വിശ്വാസത്തിൽ, ഞാൻ RC ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു, ആ ഒരു വിശ്വാസത്തിലായിരുന്നെങ്കിലും ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ശീലിപ്പിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കൊച്ചു പ്രായത്തിൽ നല്ല വെയിലത്ത് മുറ്റത്ത് ആ മണലില് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ പപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാലും അമ്മയും എന്നെയും എന്റെ സഹോദരനെ ഒരിക്കലും ആരും അകറ്റല്ലേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം പപ്പയെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അതുപോലെ പപ്പയെ വെറുത്തു. പപ്പയുടെ കേസെ ഞങ്ങൾ പൂർണ്ണമായിട്ടും മറന്നിരിക്കുന്ന ആ ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് അമ്മ മതി, ഞാനും എന്റെ സഹോദരൻ അമ്മയെ മാത്രം മതി, അങ്ങനെ ഒരു ചിന്തയായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ. അപ്പൊ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അമ്മ ഞങ്ങൾ നല്ലവണ്ണം ഉത്സാഹിപ്പിച്ചിരുന്ന ആ ഒരു സമുദായ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ചെറുപ്പം മുതലേ അമ്മ തന്നിരുന്നു. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞങ്ങള് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ പപ്പയ്ക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പപ്പ ഒരു കാരണവശാലും വീട്ടിലേക്ക് വരരുത് എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞിട്ടുണ്ട് ദൈവസ്ഥാനത്തിൽ ഒരുപാട്. അങ്ങനെ ആ ഒരു രാത്രിയിൽ ഞങ്ങൾക്ക് ആഹാരമൊക്കെ തന്നു അമ്മ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ്, പപ്പ വരാറായിട്ടുണ്ട്, വരുന്ന സമയമായിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, മക്കള് കണ്ണടച്ച് ഉറങ്ങിയത് പോലെ അഭിനയിച്ച് കിടന്നുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കട്ടിലില് കണ്ണടച്ച് ഞങ്ങൾ രണ്ടുപേരും അമ്മ കിടത്തി. അപ്പൊ തന്നെ വാതിലിൽ മുട്ടി. ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര, ഞങ്ങൾ ആദ്യം മടിച്ചു, കാരണം അമ്മ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. അമ്മ നമുക്ക് എവിടെയെങ്കിലും പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു, സാരമില്ല മക്കളെ, ഒന്നും കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ തന്നെ ബലപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ കണ്ണടച്ച് കട്ടിലേക്ക് കിടന്നു. വന്നു, വാതിൽ തുറന്നു. അമ്മയായിട്ട് കുറെയൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കി, അമ്മ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട്, ഇനി എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് ഇനി നീയുമായിട്ട് ഒരു ജീവിതത്തിലിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ ഓരോ ഉമ്മ തന്നിട്ട് പപ്പ അന്ന് രാത്രി വീട് വിട്ടിറങ്ങി. പിന്നെ എനിക്ക് പപ്പയെ കാണാനായിട്ട് ഒരവസരം പിന്നീട് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം സാഹചര്യം ഒത്തു. പിന്നെ കുറെ നാളുകൾ പപ്പ ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു. അന്ന് പപ്പ ഞങ്ങളുടെ വീട് വിട്ടിറങ്ങി. പിന്നീട് അമ്മ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം, കാരണം ഒരു ജോലിക്ക് പോയിട്ടില്ല, എങ്ങനെ ഒരു സഹായമില്ലാതെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമെന്ന് അറിയാതെ ടെൻഷനായി അമ്മ കുറച്ചുകൂടെ മെന്റലി ഡിപ്രസ്ഡ് ആയി. ആള് ടോട്ടലി മെന്റലി ഡിപ്രസ്ഡ് ആയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടുന്ന് ഇവിടുന്നെല്ലാം പിന്നെ പൈസ വാങ്ങി തന്റെ ഓർണമെന്റ്സ് എല്ലാം, ഗോൾഡ് എല്ലാം കൊണ്ട് പണയം വെച്ച്, അങ്ങനെയൊക്കെ ഇതെല്ലാം മറ്റുള്ളവർ പറഞ്ഞ്, നാട്ടുകാരൊക്കെ പറഞ്ഞ്, അമ്മയുടെ സഹോദരങ്ങൾ അറിഞ്ഞപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. അങ്ങനെ അവര് വന്നു. അവർക്ക് മനസ്സിലായി ഈ കണ്ടീഷനിൽ ഒരിക്കലും അമ്മയ്ക്ക് ഞങ്ങളെ വളർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇവരെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയില് നമ്മൾ സമുദായത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ട്. അപ്പൊ എന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് അമ്മയുടെ ഇളയ സഹോദരനായിരുന്നു. ഒരു പാലായിൽ കുടുംബമായിട്ടുണ്ട്. ചേട്ടന്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് പപ്പയുടെ മൂത്ത സഹോദരനായിരുന്നു. അങ്ങനെ പിന്നെ അമ്മയുടെ ഉത്തരവാദിത്തം അമ്മയുടെ മൂത്ത സഹോദരൻ, അദ്ദേഹം ഇപ്പൊ റിട്ടയർഡ് ആയി ആക്റ്റീവ് ആയിരുന്നു, അദ്ദേഹവും ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും മൂന്ന് ഉത്തരവാദിത്തങ്ങളിലേക്കായിട്ട് അങ്ങ് മാറി. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഞങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോയി ഞങ്ങൾ താമസിച്ചിരുന്ന വീട് വിറ്റു. അതിന്റെ ഒരു 3 പോർഷൻ ആക്കിയിട്ട്
ഞങ്ങളുടെ 3 പേരുടെയും പേരിലിട്ടു. അപ്പൊ അത് ഞങ്ങളെ നോക്കുന്ന, ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളുടെ കൈകളിലായിരുന്നു അത്. അത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ തീർച്ചയായും അത് പ്രയോജനപ്പെടുത്തി. അങ്ങനെ ഞങ്ങള് ആ ഒരു ഭവനം വിറ്റ് 3 പോർഷനാക്കി. ഞങ്ങൾ 3 പേരിലും പേരിലിട്ടു. ബാക്കി ഉണ്ടായിരുന്ന പൈസ കടമെല്ലാം വീട്ടി, ഗോൾഡ് എല്ലാം തിരിച്ചെടുത്തു. അങ്ങനെ ഞങ്ങളെ അന്ന് ആ വീട് വിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പാലായിലുള്ള ഞങ്ങളുടെ തറവാട്ടിൽ കൊണ്ടുപോകും ഞങ്ങൾ 3 പേരെയും. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ മൂത്ത സഹോദരൻ അദ്ദേഹം വന്ന് അമ്മയെ കാറി കയറ്റി. അവർ കുടുംബമായി വന്ന് അമ്മയെ കാറി കയറ്റി. അപ്പൊ ഞങ്ങൾ കരഞ്ഞു, എന്തിനാ അമ്മയെ കൊണ്ടുപോകുന്നത്, എവിടെയാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു, പള്ളിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ, അമ്മയ്ക്കൊന്ന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥന കഴിഞ്ഞ് നേരെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങള് സമ്മതിച്ചു. അങ്ങനെ അമ്മയെ കൊണ്ടുപോയി. അന്ന് അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അന്ന് തീർത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. പിന്നെ മൂത്ത സഹോദരനായിരുന്നു അമ്മയുടെ ഉത്തരവാദിത്തം. പിന്നെ ഞങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. അന്ന് അമ്മയും എന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു പോയി. പിന്നെ എന്റെ സഹോദരൻ ഇതുപോലെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷം പപ്പയുടെ മൂത്ത സഹോദരൻ ചേട്ടന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ചേട്ടനെയും എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ തനിച്ചായി. ഒരിക്കലും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ചിന്തിച്ച സ്ഥാനത്ത്, ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത്, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ പദ്ധതി കാരണം മാനുഷികമായ ചിന്തകളല്ല ഒരിക്കലും നടക്കുന്നത്, ദൈവികമായ ഉദ്ദേശങ്ങളും ചിന്തകളുമാണ്. അത് തീർച്ചയായും അപ്പത്തെ ആ ഒരു സാഹചര്യത്തിൽ, തെറ്റിദ്ധാരണയിൽ ഞാനത് ദൈവം എന്താ ഇങ്ങനെ ചെയ്തേ, അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ദൈവത്തിന് അതിന്റെ എല്ലാം ഉദ്ദേശം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 തട്ടിലായി. ഈ സഹോദരങ്ങൾ തമ്മിൽ, അമ്മയുടെ സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ പപ്പയുടെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എല്ലാവരും പരസ്പരം ഒരു ചേർച്ചയില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എവിടെയാണെന്ന് എന്റെ അമ്മയോടോ അല്ലെങ്കിൽ എന്റെ സഹോദരനോടോ പറഞ്ഞിട്ടില്ല. സഹോദരൻ എവിടെയാന്ന് ഞങ്ങൾക്കും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരു അറിവില്ലാതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഒന്നും പോലും അറിയാതെ, ഒരു കോണ്ടാക്ട് പോയിട്ട് ഒരു കാണാൻ പോലും സാഹചര്യമില്ലാതെ ഞങ്ങൾ 3 തലങ്ങളിലായി. കുറെ നാളുകൾ കഴിഞ്ഞ് എന്റെ 4ാം ക്ലാസ് പൂർത്തിയായി കഴിഞ്ഞ് വലിയ വെക്കേഷന്റെ സമയത്ത് എന്റെ അമ്മയുടെ ഇളയ സഹോദരൻ, എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അങ്കിള് എന്നെ പാലായിലുള്ള മരിയ സദനം എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടു നിർത്താനായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞങ്ങളുടെ തറവാടിന് നേരെ ഓപ്പോസിറ്റ് ഒരു മഠമാണ്. അപ്പൊ തീർച്ചയായും ഞാൻ നിൽക്കുമ്പോൾ എന്റെ അമ്മ എന്തി, അല്ലെങ്കിൽ സഹോദരൻ എന്തി, പപ്പ എന്തി എന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇവർക്കൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവരെന്നെ ആ ഒരു മരിയ സദനത്തിലേക്ക്, കാരണം ഈ അങ്കിളിന്റെ ഫ്രണ്ടാണ് മരിയ സദനത്തിൽ സ്ഥാപനം നടത്തുന്ന അവിടുത്തെ ആ അങ്കിള്. അപ്പൊ അവിടെ കൊണ്ടുവന്നാക്കിയാലെന്ന് ചിന്തിച്ചപ്പോൾ അത് പിന്നെ അവർ തീരുമാനം മാറ്റി, അവിടെ ആക്കണ്ട. കാരണം ഈ അമ്മയുടെ മൂത്തയാങ്ങള് RTO എന്ന് പറഞ്ഞ അദ്ദേഹം അവരിടയ്ക്ക് കുടുംബമായിട്ട് അവിടെയൊക്കെ വിസിറ്റിങ്ങിന് പോകുന്നതാ, ഹെൽപ്പൊക്കെ ചെയ്യുന്ന ആ സ്ഥാപനത്തിന്. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ സ്വന്തം സഹോദരിയുടെ മകൾ അവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അത് അവരുടെ ഒരു മാന്യതയെ ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായും അങ്ങോട്ട് കൊണ്ടുപോകണ്ടെന്ന് അവർ തന്നെ തീരുമാനിച്ച് അവിടുത്തെ ആ പാല മരിയ സദനത്തിലെ അങ്കിള് ഒരു നമ്പർ കൊടുത്തു. ആലുവ ചെമ്പ്രക്കയിൽ അബ്രഹാം ഉറമടം എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം ഇതുപോലെ ഒരു സ്ഥാപനം നടത്തുന്നു, കുഞ്ഞുങ്ങളുടെ സ്ഥാപനമാണ്, അവിടെ കൊണ്ടുവന്ന് നമുക്ക് വിടാം, അവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അതിന്റെ അങ്കിളിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അങ്ങോട്ട് പോയി. എന്നെ അവിടെ കൊണ്ടു വിട്ടു. അവര് എന്നോട് പറഞ്ഞു, ഹോസ്റ്റലിലേക്കാണ്, നിന്റെ പഠനം കഴിയുമ്പോൾ നിന്നെ വിളിച്ചു കൊണ്ടുവരും, കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരും എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ച് തന്നെ എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. കൊണ്ടുവന്ന് വിട്ട് അവരങ്ങ് പോയി. മനസ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കലും കാണാത്ത, കേൾക്കാത്ത, അപരിചിതമായ ആളുകളുടെ ഇടയിൽ, അപരിചിതമായ സ്ഥലത്ത് ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അന്ന് എനിക്ക് 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയം. അവിടെ കൊണ്ടുവന്ന് വിട്ടു. അവരങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. പക്ഷെ എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെ, കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതം ഒന്നുമല്ലെന്ന് ഞങ്ങളുടെ സത്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ തൊക്കെ ഇടയായിത്തീർന്നു. അവിടുത്തെ പപ്പ, അമ്മ, അവിടെ അബ്രഹാം, ചിന്നമ്മ എന്ന് പറയുന്ന ദമ്പതിമാരാണ്. അവരാണ് ആ സ്ഥാപനം നടത്തുന്നത്. ഞാൻ ചെല്ലുന്ന സമയത്ത് യാക്കോബായ സമുദായത്തിലായിരുന്നു അവര് കുറച്ച് കുഞ്ഞുങ്ങളെ, ഏകദേശം ഒരു 10-50ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു സ്ഥാപനം. ആ ഒരു സ്ഥാപനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ അന്ന് മുതൽ, ഞാൻ അവിടെ ചെന്ന അന്ന് മുതൽ അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവരെ പപ്പ അമ്മ എന്നാ വിളിക്കുന്നത്. അതിനുള്ള ഒരു ഫ്രീഡം അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് മുതൽ എന്റെ പപ്പായും അമ്മയായിട്ട് ആ ദമ്പതിമാർ മാറി. അവിടെയുള്ള കുഞ്ഞുങ്ങൾ എനിക്ക് സഹോദരനും സഹോദരിയായി മാറി. അങ്ങനെ വേറൊരു ലോകത്തിലേക്ക് ഞാൻ ഷിഫ്റ്റ് ആയി. അങ്ങനെ അന്ന് മുതലുള്ള ആ ഒരു ജീവിതം, അന്ന് മുതൽ ഞാൻ എന്റെ വിവാഹം കഴിയുന്ന ആ ഒരു സമയം, അത്രയും ആ ഒരു 11 വർഷക്കാലം 11 വർഷക്കാലം എന്റെ ജീവിതം അത് ശരിക്കും ഒരു ബ്രാക്കറ്റ് പീരിയഡ് ആയിരുന്നു.
എന്റെ ദൈവം എന്നെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു പരിശീലനം നൽകുന്ന ഒരു പീരീഡ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചു, ഒത്തിരി കാര്യങ്ങൾ എനിക്കത് ഉപയോഗപ്രദമായി. എന്റെ തുടർന്നുള്ള ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ച ആ ഒരു മേഖലകളിലേക്ക് വന്നപ്പോഴെല്ലാം അതെല്ലാം എനിക്ക് ഒത്തിരി അനുഗ്രഹപ്രദമായി, ഒത്തിരി പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാക്കിയിരുന്നു. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ മാതാപിതാക്കളോടൊപ്പമായിരുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഒത്തിരി പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല, ഒരുമാതിരിപ്പെട്ട കറികളൊന്നും കൂട്ടത്തില്ല. അതെനിക്ക് ഇഷ്ടമുള്ള കറി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം എനിക്ക് തരുന്നത് വരെ ഞാൻ ആഹാരം കഴിക്കാതൊക്കെ പട്ടിണി കിടക്കുമായിരുന്നു. പട്ടിണി കിടക്കേണ്ട വരത്തില്ല, അവർ ആ സമയമാകുമ്പോഴത്തേനും പിടിവാശിയുണ്ടായിരുന്നു, നല്ല വാശിയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവരെനിക്കത് എത്തിച്ചു തരുമായിരുന്നു. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം തരുമായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചെരുപ്പ് വാങ്ങിയാൽ ഞാൻ അത് മുറിച്ച് കളയും, കത്തി വെച്ചോ കല്ലേൽ ഉരച്ചോ എങ്ങനെയെങ്കിലും ഞാൻ അതിന് വാറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പുതിയ ചെരുപ്പ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിപ്പിച്ചിരിക്കും. അപ്പൊ അതുപോലെ ഒരു സാഹചര്യത്തിൽ എന്റെ ഇഷ്ടമെല്ലാം നടന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് വേറൊരു തലത്തിലേക്ക് പോയപ്പോ എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയില്ല. ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി, വയറ് നിറയണമെങ്കിൽ, വിശപ്പടക്കണമെങ്കിൽ കിട്ടുന്ന ആഹാരം പിറുപിറുപ്പ് കൂടാതെ, വേണ്ടാന്ന് നോ പറയാതെ കഴിക്കുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ആഹാരമെല്ലാം കഴിക്കാൻ തുടങ്ങി. അതുപോലെ അവിടുത്തെ പപ്പയും അമ്മയുടെയും ആ ഒരു സ്നേഹവും ആ കരുതലെല്ലാം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു, എന്റെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. കാരണം അവരൊത്തിരി ഞാൻ ചെന്ന ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെല്ലുന്ന സാഹചര്യത്തില് ഒരു യാക്കോബ സമുദായത്തിലായിരുന്നു. ഞാൻ ചെന്ന ഒരു 6 മാസങ്ങൾക്ക് ശേഷം അവിടെ ഒരു പ്രായമായ ഒരു കർത്താവിന്റെ ദാസൻ കടന്നു വന്ന് സത്യദൈവത്തെ, തിരുവെഴുത്തുകളെ കുറിച്ച് ബോധ്യം വരുത്തി. അങ്ങനെ രക്ഷാകരമായ ആ ഒരു സത്യവചനത്തില് ഞങ്ങൾ വിശ്വസിക്കുവാനും പപ്പയും അമ്മയും എല്ലാവരും കർത്താവിന്റെ രക്ഷകനാഥമായി സ്വീകരിച്ച് ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് ആരംഭിച്ചു. ഞാനപ്പോൾ ചിന്തിച്ചു, ഞാൻ ചെല്ലുന്ന സമയത്ത് അവർ ഈ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലാണെങ്കിൽ തീർച്ചയായും എന്റെ അങ്കിള് അവിടെ വിടത്തില്ലായിരുന്നു. പക്ഷെ അതിനെല്ലാം ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് കന്യാസ്ത്രീ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ ആഗ്രഹത്തെ മാനിച്ച് എന്നെയും അവർ ആ ഒരു ലെവലിലേക്ക് ആക്കിയെടുക്കാം എന്നുള്ള ധാരണയിലായിരുന്നു എന്നെ അവിടെ കൊണ്ടുവന്ന് വിടുകയൊക്കെ ചെയ്തത്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം, ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ഞാൻ ചെന്ന 6 മാസത്തിന് ശേഷം ആ സ്ഥാപനം മുഴുവൻ യഥാർത്ഥ ദൈവത്തെ അറിയുവാനും ആ ഒരു വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നല്ലൊരു പ്രാർത്ഥനാ ജീവിതവും വിശ്വാസവും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾ അങ്ങനെ തുടർന്ന് പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നു. കാരണം പപ്പയും മമ്മിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നതിന്റെ ആ ഒരു പേരിൽ ഒരുപാട് സഹായങ്ങൾ നിന്നുപോയി. അതുകൊണ്ട് തന്നെ ഒത്തിരി ഞെരുക്കങ്ങളും കഷ്ടങ്ങളും ഞങ്ങളുടെ സ്ഥാപനം മുഴുവനായിട്ട് അനുഭവിക്കേണ്ടി വന്നു. അതുവരെ ചെയ്തിരുന്നവരെല്ലാം ഇനി ഞങ്ങൾക്ക് തുടർന്ന് ചെയ്യാൻ കഴിയുകയില്ലെന്ന് അവർ പറഞ്ഞ് തീർച്ചയായും അവരെ മുഖം മറച്ചു കളഞ്ഞ ആ ഒരു സഹായഹസ്തങ്ങളെല്ലാം നിന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്തെല്ലാം പ്രാർത്ഥനയിൽ കൂടുതൽ വളരുവാനും ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. ഒരിക്കലും ഞങ്ങളുടെ ആ സ്ഥാപനത്തില് അടുത്ത നേരത്തേന് കഞ്ഞി ഇടാനുള്ള അരി ഇടാനുള്ള അരി ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ തൊട്ട് താഴെ ഒരു ചാപ്പലുണ്ട്. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്വന്തം ചാപ്പലാണ്. പപ്പയും അമ്മയും ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെ, ഗേൾസിനെയും ബോയ്സിനെയും എല്ലാവരും വിളിച്ച് വട്ടത്തിൽ റൗണ്ടിൽ ഇരുത്തി എല്ലാവരും കരങ്ങൾ കോർത്ത്, അന്ന് ആ ഒരു രാവിലത്തെ ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, തീരെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉള്ള അരി വെച്ച് ചോറാക്കി തീരെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ആഹാരം കൊടുത്ത് ഒരു 5ാം ക്ലാസ് മുതലുള്ള ഇങ്ങോട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡൊന്നും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേളിലൊരു കാറിന്റെ ഹോണടി കേട്ടു. അങ്ങനെ പപ്പ അങ്ങോട്ട് ചെല്ലുമ്പോൾ 10 ചാക്കരി ഒരു സഹോദരൻ ആ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഫീസിന് ബുദ്ധിമുട്ടിരുന്ന ആ സാഹചര്യം. കാരണം 1 2 പേരുടെ ഫീസ് അടച്ചാൽ പോരാ, അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും ഫീസ് അടയ്ക്കണം, അവർക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ കൊടുക്കണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പപ്പയും അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കടക്കാരായി, ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടി. അങ്ങനെ ഒരു നല്ല ഒരു പപ്പയും അമ്മയായിരുന്നു. അങ്ങനെ അവർ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷെ ആ സാഹചര്യങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് ഓരോ വ്യക്തികളെ ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടുന്ന ഫീസ് അടയ്ക്കാനുള്ള നന്മ ഒരുക്കി തരുമായിരുന്നു. അതെല്ലാം വളരെ അത്ഭുതകരമായിട്ട് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ദൈവം പ്രവർത്തിക്കുക. ചിലപ്പോഴൊക്കെ ഫീസ് അടയ്ക്കുവാൻ കഴിയാതെ മറ്റു കുഞ്ഞുങ്ങളെല്ലാം ഫീസ് അടയ്ക്കാത്തവരാരൊക്കെയാന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പലപ്പോഴും ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിലെല്ലാം ദൈവം ലജ്ജിപ്പിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു തന്നിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു.
അങ്ങനെ പലപ്പോഴും ഞാൻ ഒരു കൊച്ചു പ്രായത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ എന്റെ ഇഷ്ടങ്ങൾ മാത്രം മതി എന്ന് ഞാൻ ചിന്തിച്ച സ്ഥാനത്തൊക്കെയും ചിലപ്പോ പുതുവർഷത്തിലേക്ക് ബാഗ് വാങ്ങാൻ പൈസ ഇല്ലെന്ന് കാണുമ്പോൾ 4-5 വർഷമൊക്കെ ഞങ്ങൾ മാക്സിമം ഒരു ബാഗ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബാഗിന് അത് താങ്ങാൻ കഴിയില്ല, കാരണം ക്ലാസ് കൂടുന്തോറും ബുക്സ് കൂടും, വെയിറ്റ് കൂടും. അപ്പൊ എനിക്ക് ആ വെയിറ്റ് താങ്ങാൻ കപ്പാസിറ്റി ഇല്ല എന്ന് ബാഗ് അറിയിക്കുന്ന പക്ഷം മാത്രമേ ഞങ്ങൾ അതിനെ ഉപേക്ഷിക്കുമായിരുന്നുള്ളൂ. അതുപോലെ മാക്സിമം ഞങ്ങൾ അത് യൂസ് ചെയ്യുമായിരുന്നു. അതുപോലെ ബുക്സ് ഒക്കെ ആണെങ്കിലും സ്കൂള് പരീക്ഷ എല്ലാം കഴിഞ്ഞ് കാലാവർഷമാകുമ്പോൾ എക്സാം എല്ലാം തീർന്നു കഴിയുമ്പോൾ ബാലൻസ് എഴുതാത്ത പേപ്പർ എല്ലാം പറിച്ചെടുത്തിട്ട് അതിന്റെ മെയിൻ ആ ഒരു അട്ടിയില് ഞങ്ങൾ അത് മാവിന്റെ പശയൊക്കെ വെച്ചോ അല്ലെങ്കിൽ നൂലിലൊക്കെ കെട്ടി തയ്ച്ചൊക്കെ ഞങ്ങള് ഒരു ലജ്ജയും കൂടാതെ സ്കൂളിലൊക്കെ അതുകൊണ്ട് പോയിട്ട് അതിൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെരുപ്പൊക്കെ പലപ്പോഴും പൊട്ടിപ്പോയിട്ട് പപ്പയുടെ ബുദ്ധിമുട്ട് കാരണം വാങ്ങാൻ പറയാൻ ഒരു മടി, കാരണം ഞാൻ ചെരുപ്പ്, എനിക്ക് ഇഷ്ടമില്ലാത്ത ചെരുപ്പ് തന്നതിന്റെ പേരിൽ ചെരുപ്പ് മുറിച്ച് കളഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പകരം പേടിപ്പിച്ച വ്യക്തി. പക്ഷെ എന്റെ മനസ്സിനെ ദൈവം ഒരുപാട് മാറ്റി എന്നെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ചെരുപ്പൊക്കെ പോയിട്ട് മാവിന്റെ പശയൊക്കെ വെച്ച് ആ ചെരുപ്പൊക്കെ ഒട്ടിച്ച് കുറെ നാൾ കൂടെ അതൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം എന്നെ പഠിപ്പിച്ചു. അതെല്ലാം ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. കാരണം എന്റെ മുന്നോട്ടുള്ള ചുവടുകളിൽ ഞാൻ ഇതെല്ലാം തരണം ചെയ്യേണ്ടതാണ്, ഞാൻ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് ദൈവം മുന്നമേ നിർണയിച്ചത് കൊണ്ട് ദൈവം ആ ഒരു ഘട്ടങ്ങളിലൂടെ എന്നെ നടത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരുപാട് വേദനാജനകമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെയൊക്കെ പലപ്പോഴും കടന്നുപോയി. മറ്റ് കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പലപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും മറ്റു കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. കാരണം പലപ്പോഴും നിന്റെ വീട് എവിടെയാ, അല്ലെങ്കിൽ പപ്പ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കരയാൻ, ഞങ്ങൾ മറുപടി പറയാനില്ല. കാരണം ഞങ്ങൾ കള്ളം പറയാൻ പറ്റത്തില്ല. ഒരു കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വേറെ 1000 കള്ളം പറയേണ്ടി വരും. അതുപോലെ ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സാഹചര്യം പറയുമ്പോൾ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പലപ്പോഴും വിരുമ്പിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലപ്പോഴും പേരന്റ്സ് മീറ്റിങ്ങിനൊക്കെ ആണെങ്കിലും ഒത്തിരി സ്കൂളുകളിൽ മറ്റു കുഞ്ഞുങ്ങളുടെ സ്കൂളുകളിലൊക്കെ മിക്കവാറും ഒരു ഡേ തന്നെയായിരിക്കും PTA മീറ്റിംഗ് വെക്കുന്നത്. അപ്പൊ പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവരും കൂടി എത്താൻ പറ്റത്തില്ല, വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നത് കൊണ്ട്. അപ്പൊ പാരന്റ്സ് ഒന്നും വരാതിരിക്കുമ്പോൾ ഞങ്ങൾ മാത്രം പാരന്റ്സ് വരാതെ അങ്ങ് മാറി നിൽക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി ഒറ്റപ്പെടലുണ്ട്. അതുപോലെ മറ്റു കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവരുടെ പപ്പയമ്മയുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അവരുടെ വിശേഷങ്ങളെല്ലാം വീട്ടിൽ വന്ന് പറയുമ്പോൾ ദൈവമേ ഇതിനൊന്നും ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് വേദനപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മനസ്സ് മുറിവേറ്റതാകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുപോലെ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ഫുഡിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കൊതിച്ചിട്ടുണ്ട്. നല്ലൊരു ആഹാരം, കാരണം കുഞ്ഞുങ്ങളൊക്കെ ടിഫിനൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്റെ ടിഫിൻ തുറക്കുവാനും അത് കഴിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചിലപ്പോൾ കാര്യമായിട്ടുള്ള കറികളൊന്നും കാണത്തില്ല, ചോറൊക്കെ കുറച്ചായിരിക്കും. കാരണം ഞാനാണ് മിക്കവാറും അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പൊ ഹോസ്റ്റലിൽ ടിഫിൻ ബോക്സ് കൊണ്ടുപോകാനുള്ള എല്ലാവരും ടിഫിൻ ടേബിൾ അങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഞാനാണത് വിളമ്പുന്നത്. കാരണം ഫസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ടിഫിനിൽ നിന്ന് തുടങ്ങിയ ലാസ്റ്റ് ഇരിക്കുന്ന ടിഫിൻ വരെ നിറയണം. ആ ഉള്ള പേഴ്സണിലുള്ള ചോറ് മുഴുവൻ എല്ലാ ടിഫിനിലും എത്തിക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ ടിഫിൻ ബോക്സ് എപ്പോഴും ലാസ്റ്റ് ആണ് ഞാൻ നിറയ്ക്കാറ്, ലാസ്റ്റ് ആണ് അതിൽ സെർവ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഇട്ടിട്ട് വരുമ്പോ ചിലപ്പോ മിക്കവാറും കാണത്തില്ല, ചിലപ്പോ കുറച്ചേ കാണത്തുള്ളൂ. അപ്പൊ കൂട്ടുകാരുടെ മുമ്പിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് തന്നെ ഒരു മോശം. അങ്ങനെ പലപ്പോഴും കറികളൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കഞ്ഞി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ മിക്കവാറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയായിരിക്കും. കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെ ഇഷ്ടമല്ലെന്ന് ഞാൻ ചിന്തിച്ചതിനെല്ലാം എനിക്ക് ഇഷ്ടമാക്കി. അങ്ങനെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഒത്തിരി വേദനകളും ഒറ്റപ്പെടലുകളും പലതും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വേദനാജനകമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ എല്ലാം കടന്നുപോയി. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ ഒരിക്കലും അവരെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. കാരണം അവരെ കൊണ്ട് കഴിയുന്നത് മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ യേശു കർത്താവിന് ഞങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. ആ ഒരു വിശ്വാസം ഞങ്ങൾ വളർത്തിയെടുക്കുവാനും പ്രാർത്ഥന ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും എല്ലാം പപ്പയ്ക്കും അമ്മയ്ക്കും നല്ലൊരു പങ്കുണ്ട്. അതാണ് എന്നെ ഇപ്പോഴും സന്തോഷിപ്പിക്കുന്നത്. കാരണം വേറെ ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞാൽ പലപ്പോഴും എന്റെ ഒരു വിഷമഘട്ടങ്ങളില് പലപ്പോഴും വിശപ്പ് അടക്കി നിൽക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വരുമ്പോൾ നല്ല പരവേശത്തോടെ ആയിരിക്കും വരുന്നത്. വരുന്ന സമയത്ത് കട്ടൻ ചായ ഉണ്ടാവും, പാലൊന്നുമില്ല, കട്ടൻ ചായക്ക് മധുരം കാണത്തില്ല. അപ്പൊ മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കാൻ മടിച്ചുകൊണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ട് 8:30 ചോറ് കിട്ടും. ആ ചോറ് കിട്ടുന്ന ആ സമയം വരെ പരവേശം എന്നെ അടക്കി, വിശപ്പെല്ലാം അടക്കിയിരിക്കണം. ആ ചോറ് കിട്ടുമ്പോഴും ചിലപ്പോ ഒന്നും കാര്യമായിട്ട് വയറ് നിറയ്ക്കാൻ പോകത്തിനുള്ള ചോറ് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ മാക്സിമം പപ്പയ്ക്കും അമ്മയ്ക്കും കഴിയുന്ന പോലെ അവർ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഞാൻ അവരൊരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവര് അത്രയും വിശ്വസ്തയോടെ സത്യസന്ധമായി തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ഫോൾട്ട് അവരുടെ ഭാഗത്ത് വന്നിട്ടില്ല. പിന്നെ പലപ്പോഴും അവർക്ക് ചെയ്യാൻ ഒരു പരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം അവർ ഫിനാൻഷ്യലി ഒത്തിരി ഭദ്രതയുള്ള ആൾക്കാരൊന്നുമല്ല. ഞാൻ പറഞ്ഞതുപോലെ വിശ്വാസത്തിന് വന്നതിന് പേരിൽ ഒരുപാട് സഹായ പുസ്തകങ്ങൾ നിന്നുപോയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തെ അത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്, അതായത് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ യേശു കർത്താവിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് അവരെ ദൈവം ഉപയോഗിച്ചു. അത് തന്നെ എനിക്ക് വലിയൊരു കാര്യമായിട്ട്, വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. അങ്ങനെ മുന്നോട്ട് പോയി ദൈവത്തിന്റെ കൃപയാൽ +2 വിദ്യാഭ്യാസം ഞാൻ കഴിഞ്ഞു. ബികോം ടാക്സേഷൻ ആയിരുന്നു. ദൈവത്തിന്റെ കൃപയാൽ നല്ല മാർക്കോടെ ബികോം ടാക്സേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു 3 മാസം ഞങ്ങൾ ടാലി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് ആലുവയിലെ കെംടെക് എന്ന് പറഞ്ഞ ഖത്തർ ബേസ്ഡ് കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഏകദേശം 1 വർഷത്തോളം വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സമയത്താണ് പാസ്റ്റർ പ്രപ്പോസൽ വരുന്നത്. അപ്പൊ ആ സമയമായപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലെ പപ്പ വിവാഹപ്രായമായി നിൽക്കുന്ന പെൺകുട്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് ഏതൻസ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തു. അപ്പൊ ആ കൂട്ടത്തിൽ എന്റെയും ഞാൻ ആകുന്നത് പറഞ്ഞു, വേണ്ട പപ്പ, എനിക്ക് കല്യാണം നടക്കുന്ന സമയത്ത് 21 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട പപ്പ, ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ പപ്പയ്ക്ക് ഞങ്ങളുടെ ഭാവി ഓർത്തപ്പോൾ കഴിവതും നേരത്തെ ചെയ്തിട്ടാൽ വരുന്നതനുസരിച്ച് വിവാഹം കഴിപ്പിച്ച് വിടാമല്ലോ, ഒത്തിരി ലേറ്റ് ആകുന്നതും പിന്നെ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വിവാഹങ്ങൾ നടക്കുവാനും അതിന് തയ്യാറായ ആൾക്കാർ വരുവാനുമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം ഞങ്ങളെ വിവാഹം കഴിച്ചാലൊന്നും കിട്ടത്തൊന്നുമില്ല, പിന്നെ ആരുമില്ലാത്തവരാണ്. അപ്പൊ അവർക്ക് ഒരു ജീവിതം കൊടുത്താൽ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് എന്നൊക്കെ ഓർത്തിട്ട് പലരും താല്പര്യപ്പെടാൻ സാധ്യതയില്ലെന്ന് പപ്പ മനസ്സിലാക്കിയത് കൊണ്ട് നേരത്തെ തന്നെ എനിക്ക് 21 വയസ്സായപ്പോൾ തന്നെ 21 മുതലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അതായത് പപ്പയോ അമ്മയോ ആരുമില്ലാത്ത പൂർണ്ണമായ ഉത്തരവാദിത്തം അപ്പയ്ക്കും അമ്മയ്ക്കും ഉള്ളതാകുന്ന പെൺകുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തു. അന്ന് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു ഡയറി എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും ഞാൻ എന്റെ വിഷമങ്ങള് അതിപ്പോഴും അതെ, ഒരിക്കലും ഞാൻ തുറന്ന് മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം ഞാൻ ദൈവത്തോട് പറയും, 2 ഡയറി എഴുതും. അങ്ങനെയാണ് ഞാൻ എന്റെ സ്ട്രെസ് എല്ലാം ഒരു പരിധി വരെ ഞാൻ മാറ്റുന്നത്. അങ്ങനെ തുറന്ന് ഞാൻ ഡയറി എഴുതും. പിന്നെ ആർക്കും വായിക്കാൻ കൊടുക്കത്തില്ല, ഞാൻ തന്നെ അത് സൂക്ഷിക്കും. അപ്പൊ തന്നെ ഈ ദൈവത്തോട് ആദ്യം പറയും, രണ്ടാമതായിട്ട് ഡയറിയിൽ അതുപോലെ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിലും ഡയറിയിൽ എഴുതി അത് ഞാൻ തന്നെ വായിച്ച് അങ്ങനെ എന്നെ തന്നെ സ്ട്രെസ് ഒക്കെ അടക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഡയറിയിൽ എന്റെ ഡീറ്റെയിൽസ് എല്ലാം മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കിയ വർഷം ഞാൻ ഡയറിയിൽ എഴുതി വെച്ചു. 2 വിഷയങ്ങൾ എഴുതി വെച്ച, ഒന്ന് ദൈവമേ, ദൈവഭയമുള്ള ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ എനിക്ക് പങ്കാളിയായിട്ട് ഒരുക്കി തരണം. 2, എന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുവാനും കരുതുവാനും ഏത് സാഹചര്യത്തിലും എന്നെ ചേർത്ത് പിടിക്കുവാനും കഴിയുന്ന ഒരു വ്യക്തിയെ എനിക്ക് തരണം. ഈ 2 വിഷയങ്ങളെ, 2 ആവശ്യങ്ങളെ ഞാൻ എന്റെ ഭാവി ജീവിതത്തിന് വേണ്ടി ദൈവസ്ഥാനത്തിൽ വെച്ചുള്ളൂ. കാരണം എനിക്ക് നല്ലവണ്ണം അറിയാം, ഞങ്ങളുടെ ആ ഒരു സാഹചര്യം കാണും. ഒരു വീട്ടിൽ വളർന്ന പെൺകുച്ചിനെക്കാട്ടിയും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനിൽ വളർന്ന പെൺകുഞ്ഞുങ്ങളുടെ ജീവിതം വളരെ ഡിഫറെന്റ് ആണ്. കാരണം അവർക്ക് അങ്ങനെ കാര്യമായി ചെയ്തുള്ള പരിചയങ്ങളില്ല, മറ്റുള്ളവരുടെ ഇടപഴകിയുള്ള പരിചയങ്ങളില്ല, പുറം ലോകമായിട്ട് അങ്ങനെ ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജ് വരെ പഠിക്കുന്ന, ഒരു ജോലി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം വരെ സ്കൂൾ വിട്ട കോളേജ് സ്ഥാപനം വിട്ട സ്കൂൾ അല്ലെങ്കിൽ കോളേജ്, ഇതിനിടയിൽ വേറെ ആരുമായിട്ടുള്ള ഒരു ബന്ധമോ അല്ലെങ്കിൽ പുറമുള്ള ആൾക്കാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ എന്റെ അവസ്ഥ എനിക്ക് തന്നെ അറിയാവുന്നത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ മനസ്സിലാക്കുവാനും എന്റെ കുറവുകളെ മനസ്സിലാക്കുവാനും ദൈവഭയമുള്ള ഒരു വ്യക്തിയെ എനിക്ക് ഒരുക്കി തരണം. ഈ 2 വിഷയങ്ങൾ ദൈവസ്ഥാനത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എന്റെ ഹസ്ബൻഡിന്റെ പ്രപ്പോസല് വന്നു. അങ്ങനെ ഞങ്ങൾ നേരിൽ കണ്ടു. അപ്പൊ നേരിൽ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് എന്റെ ഹസ്ബൻഡ് അവരുടെ പപ്പയും അമ്മയും സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇത് പ്രത്യേകമായുള്ള ദൈവത്തിന്റെ വിളിയാൽ അവരെ വിളിച്ചിറങ്ങിയ സാഹചര്യത്തിൽ ഞെരുക്കം മൂലം ഒരു നിവൃത്തിയുമില്ല കുഞ്ഞുങ്ങളെ പോറ്റുവാൻ എന്ന കണ്ട ആ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യത്തില് ചിൽഡ്രൻസ് ഹോമിൽ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളെയും ഒരു 4ാം ക്ലാസ്സിൽ, ഹസ്ബൻഡ് 4ാം ക്ലാസ് പഠിക്കുന്ന പ്രായം, ചേച്ചിയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അപ്പൊ 2 പേരെയും 2 ചിൽഡ്രൻസ് ഹോമിലായിട്ട് അവർക്ക് നിർത്തേണ്ടി വന്നു. അപ്പൊ എന്നോട് അത് പറഞ്ഞു, ഞാൻ ഇതുപോലെ ചിൽഡ്രൻസ് ഹോമിൽ കുറച്ച് നാള് വളർന്ന വ്യക്തിയാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ എന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ, എന്റെ അവസ്ഥ എന്താണ്, എന്റെ കുറവുകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന് ഒരുപാട് ആശ്വസിച്ചു. അതുപോലെ ഒരു ആ സമയത്ത് ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അപ്പോ എനിക്ക് കുറെ കൂടെ സന്തോഷമായി. കാരണം ദൈവഭയമുള്ള ഒരു വ്യക്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ
ദൈവഭയമുള്ള വ്യക്തി, എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ തന്നെയാണല്ലോ എന്നോർത്ത് ഒരുപാട് സന്തോഷമായി. അങ്ങനെ രണ്ടു കൂട്ടർക്കും കണ്ട് താല്പര്യപ്പെട്ട് അങ്ങനെ വിവാഹമൊക്കെ നടന്നു. വിവാഹം നടന്ന ശേഷം ഒരുപാട് ചോദ്യങ്ങൾ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് നേരെ ഉണ്ടായി. കാരണം അന്നൊക്കെ എന്ന് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു അസ്ഥികൂടം പോലെ ആയിരുന്നേ. കാരണം ഞാൻ പറഞ്ഞിട്ട് ഓർമ്മിച്ചതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിരിക്കുന്നതിനെക്കാട്ടി പകുതിയിലേറെ ക്ഷീണിച്ച് ശരിക്കും ഒരു അസ്ഥികൂടം പോലെ ആയിരുന്നേർന്നേ. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട്, കെട്ടിടത്തിലൊക്കെ കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി വെക്കുന്ന കോലം പോലെ. അപ്പൊ വേറെ ആരെ കിട്ടാത്തത് കൊണ്ടാണോ ധനീഷിന് ഈ ഒരു പെൺകൊച്ചിനെ വിവാഹം കഴിച്ചേ, നിങ്ങൾ എന്ത് പണിയെ കാണിച്ചെന്നൊക്കെ പാസ്റ്റർ പപ്പയും അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും കുഴപ്പമില്ല, ഇത് ദൈവം തന്ന ഞാൻ സ്വീകരിച്ചു, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്നെല്ലാം പാസ്റ്ററും പാസ്റ്റർ പപ്പയും അമ്മയൊക്കെ വീട്ടുകാരൊക്കെ പറഞ്ഞ് അങ്ങനെ പരസ്പരം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കല്യാണം നടക്കുന്ന അന്ന് ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുമ്പോൾ പെണ്ണിന്റെ പെണ്ണിരിക്കുന്ന ഭാഗത്തെ ഡോറ് ഭർത്താവിന്റെ പപ്പയാണ് തുറന്നു കൊടുക്കേണ്ടത്. ഇവിടെയൊക്കെ അങ്ങനെയാ. അപ്പൊ പാസ്റ്റർ പപ്പയാണ് ഡോറ് തുറക്കുന്നത്. അപ്പൊ ഡോറ് തുറന്ന് ആ ഒരു സമയം എന്നെ കണ്ടപ്പോ തന്നെ തൊട്ടു പുറകെ നിന്ന അതും ഒരു പാസ്റ്റർ വിശ്വാസിയാണ്. അവരും ഇങ്ങനെ പ്രകാരം പാസ്റ്റർ പപ്പയോട് ചോദിച്ചു, വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണ് ധനേഷിന് ഈ ഒരു പെൺകൊച്ചിനെ നിങ്ങൾ എന്താ കാണിച്ചതെന്ന്. ആ സമയവും വിവാഹം നടന്നില്ല, വിവാഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് ഇറങ്ങുന്നതിന് മുന്നേ അതുപോലെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതാകുന്ന ചോദ്യങ്ങളും എല്ലാം ആ സമയത്തുണ്ടായിരുന്നു. വിവാഹശേഷവും ഉണ്ടായിരുന്നു. പലരും ചോദിച്ചു, ഇവളിലൂടെ ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം അടുത്തറിയാവുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം. കാരണം എന്റെ സാഹചര്യം എന്താന്ന് വെച്ചാൽ സഹോദരൻ ഒരു 65% അല്ലെങ്കിൽ 75% മെന്റലി റിട്ടാർഡഡ് ആണ്. അമ്മയ്ക്കും ഇതുപോലെ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മകളായിട്ട് അല്ലെങ്കിൽ സഹോദരിയായിട്ട് നിൽക്കുമ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും കുഞ്ഞ് ഉണ്ടാകില്ലെന്ന് അവർ പറയുന്നു. അഥവാ ഇനി ഉണ്ടായാൽ തന്നെ ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാകുമോ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുമോ എന്ന് പോലും ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ആദ്യ ആ സമയങ്ങളിലെല്ലാം കുഞ്ഞ് ആകുന്നതിന് മുന്നേ, കല്യാണം കഴിഞ്ഞ് കുഞ്ഞാകുന്നതിന് മുന്നേ ഉള്ള സാഹചര്യങ്ങളിലെല്ലാം പലയിടത്തും നിന്നെല്ലാം കുഞ്ഞാകുന്നില്ല എന്ന് കണ്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ തന്നെ ഇപ്പോഴും ഹോസ്റ്റലിലാണെങ്കിലും വിഷമം സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ബാത്റൂമിൽ പോവുക, ടാപ്പ് തുറക്കുക, കരയുക, പൊട്ടിക്കരയുക, അപ്പൊ ആരും കേൾക്കത്തില്ലല്ലോ. അപ്പൊ അതുപോലെ ബാത്റൂമിൽ പോയി ടാപ്പ് ഓൺ ചെയ്ത് ദൈവസ്ഥാനത്തിൽ ഒരുപാട് കരഞ്ഞു, ദൈവമേ എന്നെ നിന്നയാക്കി വെക്കരുത് ആരുടെ മുമ്പിൽ, ഞാൻ കാരണം എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും ആരുടെ മുമ്പിൽ നിന്നയാക്കരുത് എന്ന് ദൈവസ്ഥാനത്തിൽ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് എനിക്ക് 2 കുഞ്ഞുങ്ങളെ, പൂർണ്ണ ആരോഗ്യവാന്മാരായ 2 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് നൽകി തന്നു. അതിനുശേഷവും പല ചോദ്യങ്ങൾ വന്നു. ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യം പോലും ഇവക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ മധ്യത്തിലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ നല്ല വളർച്ചയെത്തി. ആ ഒരു പ്രസവാനന്തരം അത്യാവശ്യം എന്റെ ശരീരമെല്ലാം നന്നായി ബലപ്പെട്ടു. കാരണം പപ്പയും മമ്മിയും അതുപോലെ നല്ല രീതിയിൽ എന്നെ നോക്കി. എനിക്ക് അവരെ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം എന്റെ പപ്പയ്ക്കോ അമ്മയ്ക്കോ എനിക്ക് ചെയ്തു തരാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വന്തം മകളെ പോലെ തന്നെ എനിക്ക് ഒരു വേർതിരിവ് കാണിക്കുക. അവരുടെ മകളെ എങ്ങനെ അവർ സ്നേഹിക്കുന്നോ കരുതുന്നോ അതുപോലെ തന്നെ പപ്പയും അമ്മയെ എന്നെ സ്നേഹിച്ചു. എന്റെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അമ്മയെ ചെയ്ത, കാരണം വേറെ ആരുമില്ല. സിസേറിയൻ ആയിരുന്നു. അപ്പൊ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ എന്തുമാത്രം ശുശ്രൂഷകൾ എനിക്ക് ചെയ്യേണ്ടി വരും, എന്റെ കുഞ്ഞിന് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. വേറെ ഒരാൾ ഹെൽപ്പിനില്ല, ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയാണെങ്കിലും ജോലിക്ക് പോകുന്നത് കൊണ്ട് നാത്തൂന് ഒരു പരിധിയുണ്ട്, വിവാഹം കഴിച്ച വിട്ടതാണ്. അപ്പൊ ഒരു പരിധിയുണ്ട്, വന്ന് നിന്ന് ചെയ്യുന്നതിന് അതിനിടയിൽ ജോലിക്ക് പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോസ്റ്റ് സമയവും എന്റെ കാര്യങ്ങളും എനിക്കുള്ള പ്രസവാനന്തര ശുശ്രൂഷകളാണെങ്കിലും കുഞ്ഞിനെ നോക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മയായിരുന്നു. തന്നെ അമ്മ നിന്ന് ചെയ്യുമായിരുന്നു. ആശുപത്രിയിലാണെങ്കിൽ ഒരാൾ മാറി നിൽക്കാനില്ല, കാരണം എന്റെ ഭാഗത്തുനിന്ന് ആരുമില്ല. അപ്പൊ തീർച്ചയായും അമ്മ തന്നെ അത് നിന്ന് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു കുറവും വരുത്താതെ, ഒരു വെറുപ്പും കൂടാതെ വളരെ നല്ല രീതിയിൽ തന്നെ അക്കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ 2 കുഞ്ഞുങ്ങളായി. അങ്ങനെ ഞങ്ങള് മൂത്ത കുഞ്ഞിന് ഒരു 6 മാസം പ്രായമായിരിക്കുന്ന സമയത്ത്, ഡെലിവറിയൊക്കെ ശേഷം മൂത്ത കുഞ്ഞിന് 6 മാസം പ്രായമായിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മുടെ കേരളത്തില് പത്തനംതിട്ട റാന്നിയില് ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്ത സമയമാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് വന്ന സമയം. ആ സമയത്തിൽ ആ കോവിഡിന്റെ മൂർച്ഛന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എല്ലാവരും കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട്, കോവിഡ് കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കഴിയുന്നില്ല. അപ്പം ഞങ്ങൾക്കാണെങ്കിലും സഭാ ചാർജ് കുടുംബശേഷം ഞങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും അവർ 25-28 വർഷമായിട്ട് കോതമംഗലത്ത് സാറുടെ വേലയിലാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യാനുള്ള വിളിയുണ്ട്. അപ്പം പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു വഴി തുറക്കാതെ പപ്പയ്ക്ക് ഒരു സഹായമായിട്ട് ചർച്ച തന്നെ നിന്നു. പക്ഷെ കുടുംബമായി കഴിയുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ കൂടും. അപ്പൊ ഒരു സ്വന്തമായിട്ടൊരു ഒരു വർക്ക് ആവശ്യമാണ് എന്ന് കണ്ട് ദൈവസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ 40 ദിവസം ദൈവസ്ഥാനത്തില്
ഉപവാസം ഞങ്ങൾ തീരുമാനിച്ചു. ഞാനില്ല, കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എന്നെ അവർ മാറ്റി. പ്രാർത്ഥിക്കാൻ ഇരിക്കുമായിരുന്നു. അതേസമയം പപ്പയും അമ്മയും എന്റെ പാസ്റ്ററും അവര് മൂന്ന് പേരും കൂടെ കൂടി ദൈവസ്ഥലത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. കാരണം കോവിഡ് സമയം യാതൊരു പ്രതീക്ഷയുമില്ല. എന്താകും, എങ്ങനെയാകും, മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കണം, പക്ഷെ അതിനുള്ള ഒരു വഴി കാണുന്നില്ലാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ 13ാമത്തെ ദിവസം ഞങ്ങൾ ഷാരോന്റെ മെയിൻ പ്രസിഡന്റ് ആണ് അദ്ദേഹം, നേരിട്ട് പാസ്റ്റർ പപ്പയെ വിളിച്ചു. പാസ്റ്റർ പപ്പ വിളിച്ചിട്ട് ചോദിച്ചു, മകൻ എന്താ ചെയ്യുന്നത്? പറഞ്ഞു, മകൻ ഇങ്ങനെ എന്റെ കൂട്ടത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ചർച്ച തന്നെ നിൽക്കുവാന്ന് പറഞ്ഞു. മകന് പന്തലൂർ പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും കഴിയുമെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾക്കൊരു വഴി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങോട്ട് വന്ന ഒരു ഇതാ. അപ്പൊ ഞങ്ങളായിട്ടത് നീലഗിരി ജില്ലയിൽ, തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ പന്തലൂര്, ഊട്ടി അടുത്താണ്. അപ്പം അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങള് ആ ഒരു വഴി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവം തുറന്ന വഴിയല്ലേ, കളയണ്ടാന്നിട്ട് ചാടിക്കറി യെസ് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് സംസാരിച്ച് ഓക്കെ ഒക്കെ പറഞ്ഞ് ഇന്ന ഡേറ്റിനുള്ളിൽ അവിടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞ് ഞങ്ങൾ വെച്ചു. വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്കാണ് കൂടുതൽ ടെൻഷൻ ആയത്. കാരണം ഇത്രയും നാള് അമ്മയുടെ കൂടെ നിന്ന് കുഞ്ഞിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും അറിയത്തില്ല, അമ്മ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ മാത്രമല്ല കുക്കിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, കാരണം അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ കാര്യങ്ങളെല്ലാം തന്നെ ആകുമ്പോ എന്താകും, എങ്ങനെയാവും എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കുഞ്ഞിനെ നോക്കാൻ നേരം അറിയില്ല, കുഞ്ഞിനെ കുളിപ്പിക്കാൻ അറിയത്തില്ല. മൂത്ത കുഞ്ഞിന് 6 മാസം പ്രായമേ ഉള്ളൂ. കുഞ്ഞിനെ എനിക്ക് കുളിപ്പിച്ചിട്ടില്ല, ഞാൻ അതുവരെ കുളിപ്പിക്കാൻ അറിയത്തില്ല. കുഞ്ഞിനെ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ, നമുക്കുള്ള ഫുഡ്, കുഞ്ഞിനുള്ള ഫുഡ്, ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തന്നെ ആകുമ്പോൾ എന്താകും. അതുകൊണ്ട് അതുവരെ പപ്പയോ അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ തനിച്ച് ഒരു ഇതിലേക്ക് ഉത്തരവാദിത്തത്തിലേക്ക് പോകുമ്പോൾ നോർമലി ഒരാൾ ടെൻഷൻ ആവുന്നത് പോലെ തന്നെ ഞാനും പാസ്റ്റർ ടെൻഷനായി. പിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണല്ലോ, ആ ഒരു വചനം ഞങ്ങളിൽ അന്ന് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. വിളിച്ച ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം മുന്നോട്ടുള്ള സ്റ്റെപ്പുകളും കാണിച്ചു തന്ന് നടത്തും എന്നുള്ള ആ ഒരു വിശ്വാസത്തെ ഞങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകി ഞങ്ങളെ ബലപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ പോകാനൊക്കെ ആരംഭിച്ചു. പെർമിഷൻ ഒക്കെ കിട്ടി. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ഏരിയ മൊത്തം കണ്ടെയ്ൻമെന്റ് സോൺ ആയിട്ട് ഫുള്ള് ബ്ലോക്ക് ചെയ്തേക്കാണ്. ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ബ്ലോക്ക് കടന്ന് എങ്ങനെയെങ്കിലും ഇപ്പൊ പ്രസിഡന്റിനെ കണ്ട് സംസാരിച്ച് പോയി എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള ഇടങ്ങളിലെല്ലാം ഇതേ കണ്ടെയ്ൻമെന്റ് സോൺ ആണ്. ഇതെല്ലാം ഞങ്ങൾ മാറ്റി തമിഴ്നാട് വരെ, അതായത് കേരളം അങ്ങോട്ട് കഴിഞ്ഞ് തമിഴ്നാട് വരെ ചെല്ലണം. അപ്പൊ അതെന്ന് പറയുന്നത് ശരിക്കും മാനസികമായി ചിന്തിക്കുമ്പോൾ ഇമ്പോസിബിൾ ആണ്. പക്ഷെ ദൈവം അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് ഞങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആ ഒരു കണ്ടെയ്ൻമെന്റ് സോൺ ബ്ലോക്ക് ചെയ്തിരുന്ന അതെല്ലാം മാറ്റി ഞങ്ങള് ലോഡിംഗ് വണ്ടി, ഞങ്ങളുടെ വണ്ടി മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് ഇടങ്ങളിലെല്ലാം ഈ ബ്ലോക്കുകൾ ദൈവം തന്നെ മാറ്റി തന്ന്. കാരണം ഒരുപാട് കർശനമാണ് ആ സമയത്തൊക്കെ, അതിർത്തി വിട്ടു പോകുന്നതിനെല്ലാം ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ പോവുക എന്ന്, അവിടെ ചെന്ന് എത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ ദൈവം ഞങ്ങൾക്ക് അസാധ്യം എന്ന് ചിന്തിച്ചതിനെ എല്ലാം സാധ്യമാക്കി തീർത്ത് എല്ലാ ബ്ലോക്കുകളും മാറ്റി. കാരണം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് അവിടെ ചെന്ന് എത്തിക്കുക എന്നുള്ളത്. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് നമ്മൾ ടെൻഷൻ എടുത്തുകൊണ്ട് കാര്യമില്ല, ദൈവം അത് ചെയ്യും. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിലെ വിശ്വാസം ഉറപ്പിച്ച് ഞങ്ങൾ അവിടെ പോയി. പിന്നെ പപ്പയമ്മയൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു സഹോദരൻ ഞങ്ങളോട് വന്ന് പറഞ്ഞു, 6 മണി കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കണം, കാരണം അവിടെ കരടിയുണ്ട്, പന്നിയുണ്ട്, ചീത്തയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ് ഈ ചർച്ച ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അയൽപക്കം എന്ന് പറയാൻ കുറച്ച് മാറി ഒരു മുസ്ലിംസ് മാത്രമേ ഉള്ളൂ. വേറെ ചുറ്റുപാടൊന്നും വേറെ വീടുകളില്ല, മൊത്തം തേയിലത്തോട്ടമാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടി ടെൻഷനായി. ദൈവമേ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ വെച്ചിരിക്കുന്നല്ലോ, ദൈവമേ എന്താകുമെന്നൊക്കെ ഓർത്ത് മാനസികമായി ചിന്തിച്ച് ഒരുപാട് ഭയവും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പല രാത്രികളിലും ഉറക്കമില്ലാതെ, കാരണം ഷീറ്റിന്റെ മേളിൽ കൂടെ, ഷീറ്റാണ്, ആസ്പെറ്റോസ് ആണ്, അപ്പൊ അതിന്റെ മേളിൽ കൂടെ എന്തെങ്കിലും പോവുക ചാടുകയൊക്കെ ചെയ്ത് ശരിക്കും നമുക്ക് ശബ്ദം അറിയാം. അപ്പൊ ചീറ്റയൊക്കെ രാത്രിയിലേക്ക് ഇതിന് മണ്ടേ കൂടെ ഒക്കെ പോകുമ്പോ നമുക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഒരു പേടി, ഒരു ടെൻഷൻ. അതുപോലെ ആനയൊക്കെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇറങ്ങുന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ ടെൻഷനായി, ഭയങ്കര ഒരു ഭയവും. പിന്നെ മുന്നോട്ട് തുടരണ്ടാന്ന് വരെ ചിന്തിച്ച ഒരു സുവിശേഷ വേല നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ നിർത്തി. ദൈവത്തിന്റെ വലിയൊരു കൃപയാണ് ആ ഒരു ഭയാനകമായ അവസ്ഥയിലും. കാരണം ഞങ്ങളുടെ വിശ്വാസി ഭവനങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലെല്ലാം ആന ഇറങ്ങുന്ന ഇടങ്ങളാണ്. ഇപ്പൊ രാത്രി ബുധനാഴ്ചകളാണ് കോട്ടേജ് മീറ്റിംഗ്. രാത്രി കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ 9, 9:30 ഒക്കെ ആവും. 8:30 കഴിയുമ്പോഴേ എവിടെയൊക്കെ ആന ഇറങ്ങാൻ തുടങ്ങും. അപ്പൊ ഞങ്ങൾ കഴിയുമ്പോൾ 9:30, 10 ഒക്കെ ആകും. ചിലപ്പോ 10 കഴിയും. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്ന വഴിയിലെല്ലാം ഇതുവരെ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ അവിടുന്ന് പോരുന്നോടെ വരെ ഒരു ആനയെ കാണാൻ, ദൈവം വരുന്ന വഴിയിലൊന്നും ഒരു ആനയെ കാണാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവത്തിന്റെ വലിയൊരു കരുതലാണ്. കാരണം അതിന് മുന്നേ ഇരുന്ന ദേവദാസന്മാരെല്ലാം പലരും
അവർക്ക് കൊടുത്ത പീരീഡ് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. കാരണം നേരിട്ട് ഈ ചീറ്റയെ കണ്ടിട്ടും അതുപോലെ ആനയെ കണ്ടിട്ടൊക്കെ ഭയപ്പെട്ട് പോകാനായിട്ടുണ്ട്. പക്ഷെ അത്രയും കൂടെ അനുഭവങ്ങളില്ലാത്ത, അത്രയും കൂടെ ബലമില്ലാത്ത ഞങ്ങളെ ദൈവം ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം 2.5 വർഷക്കാലം ഞങ്ങൾ അവിടെ കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾ പോകുന്ന ഒരു 3 മാസം കഴിഞ്ഞപ്പോ അവിടുത്തെ പാർഷനേജിൽ കരടി കയറി എന്ന് പറഞ്ഞു. കിച്ചണിന്റെ ബാക്ക് സൈഡിലുള്ള ആ ഒരു കതക് ഓപ്പൺ ആയിരുന്നു ചെറുതായിട്ട്. അപ്പം കരടി അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം നശിപ്പിച്ച് പിന്നെ അത് ടൗണിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കുവായിരുന്നെങ്കിൽ ഒരു 3 മാസം പുറകോട്ട് ചിന്തിക്കുവായിരുന്നെങ്കിൽ ഞാനും കുഞ്ഞുങ്ങളൊക്കെ അതേ പാർഷനേജിൽ നിൽക്കുക. പക്ഷെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമോ? കാരണം ഒത്തിരി റൂം, 2 റൂമേ ഉള്ളൂ. കിച്ചണ് പിന്നെ ഒരു ഹോളാണ്, പ്രെയർ ഹോളാണ്. അപ്പം കുഞ്ഞുങ്ങൾ ഈ പരിസരത്തൊക്കെ തന്നെ കാണും. അപ്പം എന്തെങ്കിലും ഒരു സംഭവിച്ചായിരുന്നെങ്കിൽ എന്താകും ദൈവമേ എന്നൊക്കെ ഞങ്ങൾ പിന്നീട് ചിന്തിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവത്തിന്റെ കരുതൽ എന്തുമാത്രം വലിയതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം ഞങ്ങൾ അവിടെ നിർത്തി. 2.5 വർഷം കർത്താവിന് വേല ചെയ്തു. ക്ലൈമറ്റിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു. ഇപ്പൊ ഞങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ പത്തനംതിട്ട, റാന്നി, ഇടപ്പാവൂരില് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇതുവരെയും ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഞങ്ങളെ ക്ഷേമമായിട്ട് നടത്തി, ഒന്നിനും കുറവില്ലാതെ. ഇപ്പോഴാണ് കുറെ കൂടെ ആ ഒരു സുവിശേഷ വേലയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. കാരണം എന്തുമാത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിന്റെ മധ്യത്തിലുണ്ട്. കാരണം ലക്ഷ്യം വേറൊന്നുമല്ല, നമ്മൾ അറിഞ്ഞ സത്യത്തെ മറ്റൊരാളിലേക്കും എത്തിക്കുക, നമ്മൾ അറിഞ്ഞ ദൈവത്തിന് വേണ്ടി മറ്റൊരാളെ ഒരുക്കിയെടുക്കുക. അപ്പൊ അതിനുവേണ്ടി ഒരാത്മാക്കളെങ്കിലും നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതാണ് സുവിശേഷ വേലയുടെ ദൗത്യം, ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതാണ്. പുതിയ ആത്മാക്കളെ നേടി കർത്താവിന് വേണ്ടി അതായപ്പെടുത്തുക. അതിൽ നമ്മൾ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര നാൾ സുവിശേഷ വേല ചെയ്തു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അപ്പം പക്ഷെ ഇപ്പോൾ കൂടുതൽ ഉപവസിക്കാനും ദൈവസ്ഥാനത്തിൽ, ഇപ്പൊ ഞങ്ങൾ 7 days ഫാസ്റ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവസ്ഥാനത്തിൽ ആയിരിക്കാനും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി. ഞാന് എന്റെ മൂത്ത മകളെ 3 മാസം കൺസീവ് ആയിരിക്കുന്ന സമയത്ത് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു വിടുതലാണ്. 11 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എന്റെ മാതാവിനെ കാണാൻ കഴിഞ്ഞു, എന്റെ സഹോദരനെ കാണാൻ കഴിഞ്ഞു, എന്റെ പിതാവിനെ കാണാൻ കഴിഞ്ഞു. ഇവരൊന്നും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ 4 ഇടങ്ങളിലായിട്ട് ജീവിച്ചിരുന്ന ഞങ്ങൾക്ക് പരസ്പരം കാണുവാനുള്ള അവസരമുണ്ടായി. ഞാൻ 3 മാസം കുഞ്ഞിനെ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് പാസ്റ്റർ പപ്പയും മമ്മിയൊക്കെ എന്നോട് ചോദിച്ചു, പാസ്റ്ററൊക്കെ ചോദിച്ചു, നിനക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പപ്പയും മമ്മിയൊക്കെ ഉണ്ട്. പിന്നെ 4ാം ക്ലാസ് വരെ ഞാൻ അവരുടെ കൂട്ടത്തിലായിരുന്നുകൊണ്ട് ചെറിയൊരു ഐഡിയ എനിക്കുണ്ട്. പാലായില് ഇന്നടത്ത് ഞങ്ങളുടെ കുടുംബ വീടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അവരുമായിട്ട്, എന്റെ ബന്ധുക്കളുമായിട്ട് അവർ ബന്ധപ്പെട്ടപ്പോൾ പറയാനൊന്നും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊരു മനസ്സില്ല. പിന്നെ ആ സമയം ഞങ്ങളുടെ പ്രഷർ കാരണം അവർ പറഞ്ഞു, ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു. അമ്മയെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ പോയി കണ്ടിട്ടില്ല, പിന്നെ അറിഞ്ഞ ഒരു ഉദ്ദേശം വെച്ച് തൃശ്ശൂർ മുരിങ്ങൂരിലുള്ള ധ്യാന കേന്ദ്രത്തില് അവിടെ ഒരു സ്ഥാപനത്തിലാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. മൂത്ത മോള് 3 മാസം കൺസീവ് ആണ്. പോയി അവിടെ അവർക്ക് ഏകദേശം 3 സ്ഥാപനത്തോളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സ്ഥാപനത്തോളം അവർക്കുണ്ട്. ഒന്നാമത്തെ സ്ഥാപനത്തിൽ കയറി. അപ്പൊ എന്റെ പേര് പറഞ്ഞു, അമ്മയുടെ പേര് പറഞ്ഞു. ആളെ നോക്കി ഇവരൊക്കെ എന്നെ ഓരോരുത്തരൊക്കെ ചൂണ്ടിക്കാണിച്ചു, ഇന്ന ആളാണ് ഇന്ന ആളാണ്. എനിക്ക് അങ്ങനെ കാര്യമായ ഐഡിയ ഇല്ല, കാരണം കൊച്ചുപ്രായത്തിൽ കണ്ടതാണ്. പിന്നെ ഏകദേശം ഒരു ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവരൊന്നും അല്ല എന്ന് പറഞ്ഞു. 2ാമത്തെ സ്ഥാപനത്തിൽ പോയി, അവിടെ കുറെ ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചു, ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഇവരും അല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രതീക്ഷയെല്ലാം ഏകദേശം കൈവിട്ടു. കാരണം തൃശ്ശൂർ വരെ പോയി, 2 സ്ഥാപനങ്ങളിൽ നോക്കി, കണ്ടില്ല. കാരണം അവരൊരു ഉറപ്പ് പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ അവിടെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കി പ്രതീക്ഷയൊന്നുമില്ലാതെ 3ാമത്തെ സ്ഥാപനത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോകാമെന്ന് തന്നെ ഒരു ഗൈഡൻസ് കിട്ടി, അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, എന്റെ പേരും എന്റെ സഹോദരന്റെ പേരും അമ്മയുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ അവരോടും കൂടെ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മകള് നിങ്ങൾക്കുണ്ടെന്ന് പറയുന്ന പക്ഷം നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ എന്തായാലും ഭാഗ്യം കൊണ്ട് പേര് പറഞ്ഞു. പേരൊക്കെ നല്ല ഓർമ്മയുണ്ടാകും. എന്റെ പേരും എന്റെ സഹോദരന്റെ പേര് പറഞ്ഞു. എനിക്ക് മകളുണ്ട്, ടിനു ആണ്. എനിക്കൊരു മകനുണ്ട്, റിച്ചു ആണ് പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായി ശരിയായ അമ്മയാണ്, ശരിയായ മകളാണ്. അപ്പൊ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ വന്ന് കാണിച്ചു. അപ്പൊ 11 വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷയില്ലാതിരുന്ന സ്ഥാനത്ത് ഇവരെ ഒന്നും ജന്മത്തിൽ പോലും കാണാൻ കഴിയുമെന്നോ ബന്ധം പുതുക്കുവാൻ കഴിയുമെന്നോ ഒരു പ്രതീക്ഷയില്ലാതിരുന്ന സ്ഥാനത്താണ് കാണുന്നത്. നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നിടത്ത് പെട്ടെന്ന് അമ്മയെ കണ്ടപ്പോൾ എനിക്കും അമ്മയോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, അമ്മയ്ക്കും എന്നോടൊന്നും പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക. അങ്ങനെ കുറേയേറെ നേരം കരഞ്ഞ്
അതിനുശേഷം അമ്മ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മയും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സഹോദരനെ കാണണമെന്നുള്ളൊരു ആഗ്രഹമായി. അപ്പൊ സഹോദരന്റെ കാര്യം ഇങ്ങനെ പാലായിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലാ വലിയ സദനത്തിൽ പോയപ്പോ അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും വീട്ടുകാർ, പപ്പയും മമ്മിയും എല്ലാവരും ഒരുമിച്ചാ പോകുന്നേ. അപ്പൊ ഞങ്ങള് അങ്ങ് ചെല്ലുന്ന സമയത്ത് ഒരാൾ പാസ് ചെയ്ത് പോയി. അപ്പനോട് എന്നെ പാസ്റ്റർ ചോദിച്ചു, ഇതാണോ എന്റെ ആങ്ങളായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ അല്ല, കാരണം കൊച്ചിലെ കണ്ടതല്ലേ. അപ്പൊ ആൺകുട്ടികൾക്കാവുമ്പോൾ പെട്ടെന്ന് വളർച്ച ഉണ്ടാവും. അവർ ടോട്ടലി മാറും. പെൺകുഞ്ഞുങ്ങളെക്കാട്ടി ആൺകുഞ്ഞുങ്ങളുടെ വളർച്ച വേഗത്തിലായിരിക്കും. അവർ ടോട്ടലി അവരുടെ ഫേസ് ഒക്കെ അങ്ങ് മാറും. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞേ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സ്ഥാപനത്തിന്റെ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ റിച്ചുവിന്റെ പെങ്ങളാണ്, എന്റെ പേര് ടിനു എന്നാണ്, റിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ട്, ഞങ്ങൾ വിളിക്കാം, ഞങ്ങൾ നോക്കിയിട്ട് അതാണ് നിങ്ങളുടെ ആങ്ങള എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പുറത്ത് നിന്ന് ഞങ്ങൾ വരുമ്പോൾ പാസ് ചെയ്ത് പോയ വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്നു, ഇതാണ് റിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി. കാരണം ആൾ ടോട്ടലി മാറിയായിരുന്നു. നല്ല പൊക്കവും മണ്ണും ഒക്കെ വെച്ച് നല്ല കളറൊക്കെ ഇട്ട് എന്നെ പോലെയല്ല, നല്ലൊരു ആളായിരുന്നു അദ്ദേഹം. അപ്പൊ എനിക്ക് കണ്ടപ്പം പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് എന്റെ ആങ്ങളെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ഒരിക്കൽ കൂടി ചോദിച്ചു, ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പം വീട്ടുപേരും കൊണ്ടുവന്നാക്കിയ തലതൊട്ടപ്പന്റെ പേരും എല്ലാം ചോദിച്ചപ്പോ ശരിയാ, ഇത് തന്നെ എന്റെ ആങ്ങളെന്ന് മനസ്സിലാക്കി. അപ്പൊ എന്നോട് പാസ്റ്റർ ഞാൻ ചോദിച്ചാലേ ഇതാണോ നിന്റെ ആങ്ങളെ. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് തന്നെ. അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കാണുകയോ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ടായി. പിന്നീട് അവിടെ ഞാൻ പറഞ്ഞിരുന്ന അവിടെ എന്റെ പപ്പയുടെ പെങ്ങള് താമസിച്ചിരുന്നു. അവിടെ പേരമ്മ എന്നാ വിളിക്കുന്നത്. പേരമ്മയുടെ വീട് ഏകദേശം ഒരു ഓർമ്മയുണ്ടായിരുന്നു. ആ ഒരു ഇടവഴി കൂടെ പോയാൽ പിന്നെ അവരുടെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ പരിസരവാസികളോടെല്ലാം ചോദിച്ച് ഏകദേശം ഒരു ഐഡിയയിൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നെത്തി. അവരുടെ വീട്ടിൽ തുറന്ന് ചെന്നിട്ട് ഞാൻ ടിനു ആന്ന് പറഞ്ഞപ്പോ തന്നെ അവർക്ക് വളരെ ഒരു എന്താ സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ആയി. മോളെ നീയാണോ എന്നൊക്കെ ചോദിച്ചു, വിവാഹമൊക്കെ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, വിവാഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കോതമംഗലത്താം. അങ്ങനെ ആയിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. 3 മാസം കൺസീവ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എന്റെ ഒരു അറിവ് അവർക്കില്ല, ഞാൻ എവിടെയായി എങ്ങനെ. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം യോജിക്കാൻ കഴിയാത്തത് കൊണ്ടും അവർ തമ്മിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പരസ്പരം ഞങ്ങൾ 3 പേരും എവിടെയാണെന്നൊന്നും അവർക്ക് പറയാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അവർ പറഞ്ഞില്ല, മറച്ചു വെച്ചു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും 3 തട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിന്റെ മൊത്തത്തിലെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശം ദൈവം ചെയ്തെടുക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സന്തോഷമായി. അവര് പിന്നെ പപ്പയുടെ നമ്പർ തന്നില്ല. പപ്പ വരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ പപ്പയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ടുപോകുന്നത്. കാരണം ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത് പോലെ തന്നെ പപ്പയെ ശരിക്കും വെറുത്ത ഒരു വ്യക്തിയാണ്. പപ്പയുടെ മുഖം കാണണ്ട എന്ന്, കാരണം ഞാൻ ആയിരിക്കുന്ന ഇപ്പോഴത്തെ ആ സാഹചര്യത്തിനെല്ലാം കാരണം പപ്പയാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇതിന്റെ എല്ലാം കാരണഭൂത ദൈവമായിരുന്നെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. പക്ഷെ അങ്ങനെ പപ്പയെ പൂർണ്ണമായിട്ട് പപ്പയെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. ഞാൻ അവിടെ സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും അമ്മയും സഹോദരനെ ഓർത്ത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ പപ്പയെ അതേസമയം മനസ്സിൽ ഒരുപാട് പ്രാഗിയം ചെയ്തിട്ടുണ്ട്. പപ്പയാണ് ഇതിനെല്ലാം കാരണമെന്ന് ഓർത്ത് ഒരുപാട് പ്രാഗിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പപ്പയെ പറ്റി എനിക്കൊരു ചിന്തയില്ലായിരുന്നു. അപ്പൊ അവരെങ്ങനെ ഞങ്ങൾ പറയാം, ടോമിയുടെ നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പാസ്റ്റ് പറഞ്ഞു, അതെന്തായാലും നിന്റെ പപ്പയല്ലേ. ഞാൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിവ് പറഞ്ഞ് അവരോട് കുറച്ചു നേരം അവരുടെ കൂടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാരാ മോളെ, ടിനു അല്ലേ എന്ന് ചോദിച്ചു. ടിനു ആരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു വല്ലാത്ത വിഷമമാണോ, എന്തൊക്കെയോ ഭയമാണോ, അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥ. മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ ഉരുട്ട് കയറി വരുന്ന പോലെ ഒരു സാഹചര്യം. ഞാൻ അറിഞ്ഞോ അറിയാതെ ഞാൻ ചോദിച്ചു, പപ്പയാണോ എന്ന് ചോദിച്ചു. അതെ മോളെ, അപ്പയാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്റെ മനസ്സിൽ സങ്കടമാണോ, സന്തോഷമാണോ, ഭയമാണോ, എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ പപ്പ കുറച്ചു നേരം എന്നോട് സംസാരിച്ചു. ഞാന് മോളുടെ ഡെലിവറി ആയിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നതിന് മുന്നേ പപ്പ എന്നെ വന്ന് കണ്ടു. അന്ന് കണ്ടപ്പോഴാണെങ്കിലും അങ്ങനെ വലിയൊരു പപ്പയാണ്. പപ്പയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം, സ്ഥാനമുണ്ട്, ആ ഒരു രക്തബന്ധം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് പപ്പയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 11 വർഷം എനിക്ക് പപ്പ വേറൊരാളായിരുന്നു. പപ്പ പെട്ടെന്ന് എനിക്ക് അപ്പയെ അപ്പ എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ അപ്പയായിട്ട് കാണാനോ ഒന്നും പറ്റാതെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പപ്പയോടൊന്ന് സംസാരിക്കാൻ പോലും, പപ്പയ്ക്ക് എന്നോട് വിശേഷം ഒന്ന് ചോദിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം അപരിചിത ആയ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലെ പ്രതി പെട്ടെന്ന് കടന്നു വരുമ്പോൾ
നമുക്ക് അവരോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? അതുപോലെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്ത് സംസാരിക്കണം, എവിടുന്ന് തുടങ്ങണം, എന്ത് പറയണം എന്നറിയാതെ ഞാൻ ആകെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലായിപ്പോയി. പക്ഷെ പപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം പപ്പയ്ക്ക് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. ഇതെല്ലാം സംഭവിച്ചത് എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായതിന്റെയും എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടതിന്റെയും എല്ലാം ഒരു പരിധി വരെ കാരണം ഞാനാണ് എന്നൊരു കുറ്റബോധം പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പ ഞാനുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ഒക്കെ ചെയ്ത് പിന്നെ പപ്പ അങ്ങ് പോയി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ഞാൻ ഒരിക്കലും കാണില്ല, എനിക്ക് കാണാൻ കഴിയില്ലെന്ന് ഞാൻ ചിന്തിച്ച സ്ഥാനത്ത് എന്റെ പപ്പയെയും അമ്മയും സഹോദരനെയൊക്കെ നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷം 11 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ ദൈവം അങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അപ്പം ഞാൻ അന്നെല്ലാം ചിന്തിച്ചിരുന്നത് എന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഞാൻ അനുഭവിച്ച നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും അനാഥത്വവും ഇതെല്ലാം എന്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണല്ലോ, ഇതെല്ലാം എനിക്ക് വളരെ ദോഷമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ച സ്ഥാനത്ത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവിന്റെ വചന പ്രകാരം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നതെല്ലാം ഞാൻ ചിന്തിച്ചു ഒരു നാടകീയമായോ അല്ലെങ്കിൽ ആകസ്മികമായോ സംഭവിച്ച ഒന്നാണ് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അതൊന്നും അങ്ങനെയായിരുന്നില്ല. ഇതെല്ലാം ദൈവത്തിന്റെ വ്യക്തമായ ഉദ്ദേശത്തോടെ. കാരണം ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ ഭൂതകാലം, എന്റെ വർത്തമാനകാലം, എന്റെ ഭാവികാലം, ഈ 3 കാലഘട്ടങ്ങളിൽ ഞാൻ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ, ഞാൻ ഇടപെടേണ്ട വ്യക്തികൾ, അല്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ കടന്നു വരേണ്ട പ്രിയപ്പെട്ടവർ ആരൊക്കെയാണ്, എന്റെ കാര്യങ്ങൾ ഞാൻ എവിടെയെല്ലാം ആയിരിക്കണം, ഞാൻ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെന്നെല്ലാം എന്റെ ദൈവം മുന്നമേ നിർണയിച്ചിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ ഇനി വൈകിപ്പോയി. ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്ക് ഒട്ടും വിഷമമില്ല. ഇതിനു മുന്നേ ഒരു 2 മാസം മുന്നേ ഞങ്ങൾക്ക് റാന്നിക്കടുത്ത് നൈത്തല എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ എനിക്കൊരു സാക്ഷ്യം പറയാനായിട്ട് അവസരം കിട്ടിയപ്പോൾ അവിടെ ഓർഫൺ ആയിട്ടുള്ള 2 കുഞ്ഞുങ്ങൾ അവിടെ വന്നിരുന്നു. എനിക്കറിയില്ലായിരുന്നു അവർ ഓർഫൺ ആണെന്നുള്ള കുഞ്ഞുങ്ങളാണെന്ന് അറിയത്തില്ലായിരുന്നു. അവര് ആ ചർച്ചിന് തൊട്ടടുത്താണ് അവിടെ ഹോസ്റ്റൽ ഉള്ളത്. അപ്പൊ ഹോസ്റ്റലിൽ അവർ നിന്ന് പഠിക്കുവാണ്. അപ്പം ഞാൻ ഈ സാക്ഷ്യം നിന്ന് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ഒഴുകാതെ ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിന് ശേഷം എന്റെ സാക്ഷ്യം എല്ലാം കഴിഞ്ഞ് പോരുന്നതിന് മുന്നേ ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞു, ആന്റി ഞങ്ങളും ഇതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയവരാ. പക്ഷെ ഞങ്ങൾ ഇന്നും അത് ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സാഹചര്യങ്ങൾ ഓർത്ത് ഇന്നും ഞങ്ങൾ ദുഃഖിതരായത് ഓർത്ത് ഇന്നും ഞങ്ങൾ വേദനപ്പെടുക, ഇന്നും ഞങ്ങൾ നീറി ജീവിക്കുക ആന്റി. പക്ഷെ ആന്റി ഇത്രയും സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ട് ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കാതെ ആന്റിക്ക് ഇത് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് ഞാൻ അത് മനസ്സിലാക്കുന്നു, എല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. കാരണം ഇന്ന് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ്. കാരണം ഇങ്ങനെ ഒരു നല്ലൊരു ലൈഫ് എനിക്ക് കിട്ടുമെന്ന് ജന്മത്തിൽ ഞാൻ വിചാരിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആ സമയത്തെല്ലാം പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു തവളെ, ആ കുളമാണ് അതിന്റെ ലോകം എന്ന് ചിന്തിക്കുന്നത് പോലെ ആ ഒരു ഹോസ്റ്റലാണ് എന്റെ ജീവിതം. എനിക്കൊരു ഭാവിയില്ല, എനിക്കൊരു കുടുംബം ഉണ്ടാകില്ല, ഞാനൊരു കുടുംബസ്ഥ ആകില്ല, ഞാൻ എങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകത്തേ ഉള്ളൂ, ആരുമില്ലാത്തവളായി ഇങ്ങനെയൊക്കെ ജീവിക്കത്തേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്റെ ജീവിതം ദൈവം മാറ്റി. എന്റെ ജീവിതത്തെ കുറിച്ചുണ്ടായിരുന്ന ദൈവത്തിന്റെ ഉദ്ദേശം അത് ദൈവം ചെയ്തെടുത്തു. ഇനിയും ഒരുപാട് ദൈവിക ഉദ്ദേശങ്ങൾ, പദ്ധതികൾ എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലും ഞങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് ചെയ്തെടുക്കുവാനുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അനേകർക്ക് കർത്താവിന്റെ ഒരു ആശ്വാസമായിട്ട് നിൽക്കുവാൻ എന്റെ ദൈവം ഇതുവരെയും എന്നെ സഹായിച്ചു. ഞാൻ മുമ്പേ ഓർമ്മിച്ചതുപോലെ എന്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. ഞങ്ങൾ സുവിശേഷ വേലയുമായുള്ള ബന്ധത്തില് ഇപ്പോൾ അവിടെ ഇവിടങ്ങളിലെല്ലാം കടന്നു പോവുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വലിയ വിടുതലുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും, കാരണം പാസ്റ്റർ ഇതുപോലെ നല്ലൊരു അനുഭവമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ചിന്തിച്ചു. കാരണം ഇപ്പോഴതെല്ലാം ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം താൻ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ 3 പ്രാവശ്യം കൊല്ലപ്പെടേണ്ട സാഹചര്യമായിരുന്നു. ഒന്ന്, മാതാവ് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു. മരുന്നൊക്കെ കഴിച്ചതാണ്. എന്നിട്ടും അതുപോലെ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് അവരുടെ ആ വിശ്വാസപ്രകാരം ഈ കുഞ്ഞ് ജനിച്ചാൽ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ആ ഒരു സമുദായ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന്, പരാജയം ഉണ്ടാകുമെന്ന് ആളുകൾ പറഞ്ഞ് അത് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മരുന്ന് കഴിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ കഴിച്ചിട്ടും അബോർട്ട് ആവാതിരുന്ന കുഞ്ഞ് 2 പന്നിപ്പടക്കം പൊട്ടി. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോഴും ആ ഒരു കുഞ്ഞിനെ ഒന്നില്ലെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകും എന്ന് പറഞ്ഞ സ്ഥാനം. അങ്ങനെ 2ാമത്തെ ഘട്ടം കടന്നു. 3ാമത്തെ ഘട്ടം ഈ പാസ്റ്ററെ 9 മാസം കൺസീവ് ആയിരിക്കുന്ന സമയത്ത് മാതാവ് 9 സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് ഉരുണ്ട് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അന്നും ഡോക്ടർ വിധി എഴുതി, ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്. ഈ 3 മരിക്കേണ്ട ഘട്ടങ്ങളിൽ നിന്നും ഈ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ എനിക്കൊരു തുണയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനതിനെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം കോതമംഗലത്ത് കിടന്ന മാർത്താണ്ഡം, അവരുടെ സ്വദേശം, പാസ്റ്റർക്ക് സ്വദേശം മാർത്താണ്ഡമാണ്. അവിടെ കിടന്ന വ്യക്തിയെ അവരുടെ ജീവിതത്തില് ദൈവത്തിന്റേതായ കരം വെളിപ്പെട്ടപ്പോൾ അവരെ കോതമംഗലത്ത് കൊണ്ടുവന്നു.
കോട്ടയത്ത് കിടന്ന് എന്നെ അവിടുന്ന് പിന്നെ ചെമ്പറക്കി കൊണ്ടുപോയി. അവിടുത്തെ പരിശീലനമൊക്കെ കഴിഞ്ഞ് നേരെ ഇപ്പൊ കോതമംഗലത്ത് വിവാഹത്തുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇങ്ങനെ കടന്നു വന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ലോകത്തിന്റെ എവിടെയെല്ലാം ആയി ചിതറിക്കിടന്ന ഞങ്ങളെ, എന്നെ നശിച്ചു പോകാമായിരുന്നു ഞങ്ങളെ, നഷ്ടപ്പെട്ടു പോകാമായിരുന്നു ഞങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തതിനെല്ലാം ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. കാരണം ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒന്നും നാടകീയമായിട്ടോ അല്ലെങ്കിൽ ആകസ്മികമായിട്ടോ സംഭവിക്കുന്നതല്ല. നിശ്ചയമായും ദൈവത്തിന്റെ ഉദ്ദേശമാണ്. ദൈവം മുന്നമേ നിയമിച്ചിരിക്കുന്ന, മുന്നേ നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആ കാര്യമെല്ലാം ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട്, വളരെ സന്തോഷമായിട്ട് ഒന്ന് തോന്നുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എന്തുമാത്രം, ഉദരത്തിൽ വെച്ച് 3 പ്രാവശ്യം മരിക്കപ്പെടാമായിരുന്ന സ്ഥാനത്ത്, കൊല്ലപ്പെടാമായിരുന്ന സ്ഥാനത്ത് ദൈവം അതിന് വിട്ടുകൊടുക്കാതെ പുറത്തു കൊണ്ടുവന്നതിന്റെ ഒരു ഉദ്ദേശം എനിക്കൊരു തുണയാക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിലും ഞാൻ അനുഭവിക്കുന്നതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡിനോടുള്ള ജീവിതമാണ്. കാരണം എനിക്ക് എന്റെ ദൈവം നൽകി തന്നൊരു വലിയൊരു ഗിഫ്റ്റ് ആണ് അദ്ദേഹം. കാരണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ വീട്ടുകാരും എനിക്ക് ദൈവം നൽകി തന്ന ഗിഫ്റ്റുകളിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവം ഇത്രത്തോളം ധന്യമാക്കി തീർത്തു. കർത്താവിന് വരെയുള്ള ബന്ധത്തിലായിരിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ, കാരണം എന്റെ സ്ഥാപനത്തിൽ നിന്ന് കുറെ കുഞ്ഞുങ്ങളൊക്കെ ഈ വിശ്വാസം വിട്ടുപോകേണ്ട വന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ ദൈവം എന്നെ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ, അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതുകൊണ്ട് കൂടുതൽ എനിക്ക് പ്രാർത്ഥനയിലും ദൈവത്തോടൊപ്പം ആയിരിക്കാനെല്ലാം ദൈവം എന്നെ സഹായിക്കുന്നു. ദൈവത്തിന് വലിയ വിശ്വസ്തതയാണ്. ഇപ്പോഴും അവിടുത്തെ പപ്പയും മമ്മിയൊക്കെ വിളിക്കാറുണ്ട്. അവർക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ഈ ഒരു വേലയുള്ള ബന്ധത്തില് സുവിശേഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു എന്നറിഞ്ഞില്ല. അവർക്ക് വളരെ സന്തോഷമുണ്ട്. അവരെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ക്ഷേമമായിട്ട് ചെമ്പറക്കിലുണ്ട്. ഇപ്പൊ സ്ഥാപനമില്ല. അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ കഴിപ്പിച്ച് അവർക്ക് ജോലിയൊക്കെ ആക്കി അവർക്കൊരു ഭാവിയൊക്കെ ആയി അവരെ വിട്ടു. പിന്നെ കുറെ കഴിഞ്ഞ് നിയമങ്ങളെല്ലാം കുറെ കർശനമായപ്പോൾ പിന്നെ ഈ ഹിന്ദിക്കാരായ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാത്തതിന്റെ സാഹചര്യം മൂലം അവരിവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്ക് താമസിപ്പിക്കാനും കൂടെ നിർത്തി പഠിപ്പിക്കുന്നതിനെല്ലാം ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ ഇതുപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടു വിട്ടതാണ്. അവരെയൊക്കെ പിന്നീട് പപ്പ അവരുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ആ സ്ഥാപനമില്ല. പപ്പയും മമ്മിയും പക്ഷെ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലെല്ലാം പോവുകയും കർത്താവിന്റെ വേല ചെയ്തെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഓൾമോസ്റ്റ് സാഹചര്യം ഇങ്ങനെയാണ്. ഇത്രത്തോളം എന്റെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവം കൊണ്ടുവന്ന വഴികള്, ദൈവം നടത്തിയ വിധങ്ങള് എത്രമാത്രം വലുതാണെന്ന് വർണ്ണിക്കുവാൻ കഴിയില്ല. ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഇത്രയും നേരം എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേക കർത്താവിന്റെ ദാസൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. എന്റെ ഈ സാക്ഷ്യം അനേകർക്ക് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മെ ഇവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. വളരെ ഹൃദയസ്പർശിയായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ചില സന്ദർഭങ്ങൾ ഒക്കെ കേൾക്കുവാൻ കഴിഞ്ഞു. മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും ഒക്കെ തിക്ത അനുഭവങ്ങൾ വളരെ ബാല്യത്തിൽ തന്നെ നേരിട്ട് അനുഭവിച്ച ആ കുട്ടിക്കാലം എത്രയോ വേദനാജനകമായ അനുഭവങ്ങൾ. ഓരോ കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരുടെ കരുതലും സ്നേഹവും അവരുടെ ലാളനയും ആഗ്രഹിക്കുമ്പോൾ അത് ലഭിക്കാതെ പോയതായ ആ കണ്ണുനീരിൻ്റെ ദിനരാത്രങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവം അവസരം ഒരുക്കിയില്ല, ദൈവം അനുവദിച്ചില്ല, അതിനേൽപ്പിച്ചു കൊടുത്തില്ല. ദൈവം സൂക്ഷിച്ചു, ദൈവം അത്ഭുതകരമായി സൂക്ഷിച്ചു. ആരെ ഏൽപ്പിച്ചാൽ ഏത് നിലയിൽ സംരക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നമേ തന്നെ ദൈവം അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി, അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി, അതിന് യോഗ്യരായ വ്യക്തികളെ ദൈവം ഒരുക്കി, തക്ക സമയത്ത് കാര്യങ്ങളൊക്കെ ദൈവം ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വന്തം മാതാപിതാക്കന്മാർ മക്കളെ തിരിച്ചറിയാതിരിക്കുക,
സ്വന്തം പ്രിയപ്പെട്ടവർ സഹോദരങ്ങളെ തിരിച്ചറിയാതെ ഇരിക്കുക. മനുഷ്യലോകം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചില വർഷങ്ങൾ സംസാരിക്കാതെ ഇരിക്കുകയും തമ്മിൽ കാണാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം സഹോദരങ്ങളും മാതാപിതാക്കന്മാരും തമ്മിലുള്ളതായ ആ ഒരു ബന്ധം നഷ്ടപ്പെട്ട്, തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്ത് നാം ഇന്ന് ജീവിക്കുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പ്രിയ ടിനു സിസ്റ്റർ കടന്നുപോയത് വളരെ വേദനാജനകമായ ആ രംഗങ്ങൾ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്ററിനെ കർത്താവ് സൂക്ഷിച്ചു, പരിപാലിച്ചു. ഇന്ന് സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും ആത്മീയ ജീവിതവും നയിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ശ്രോതാക്കളെ, നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ഒരുപക്ഷെങ്കിൽ ഇങ്ങനെയുള്ള അനേക കുട്ടികളെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന അനേക പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് അവരോടുള്ള നിങ്ങളുടെ സമീപനമെന്ന് എനിക്കറിയില്ല. എന്നാൽ നാം ഒന്ന് തിരിച്ചറിയണം, അവരാഗ്രഹിക്കുന്നവരുടെ മാതാപിതാക്കന്മാരെ കാണുവാൻ, അവരുടെ സഹോദരങ്ങളെ കാണുവാൻ, അവരുടെ പ്രിയപ്പെട്ടവരെ കാണുവാൻ അവരും ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതെ, അതിനുള്ള അവസരങ്ങൾ നമുക്കൊരുക്കി കൊടുക്കാം, അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കൊരുക്കി കൊടുക്കാം. അവരും അവരുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടട്ടെ. അവർക്കും ഒരു അഭയസ്ഥാനം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിന് മുൻപിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായി, മാതാപിതാക്കന്മാർ ഉണ്ടായിട്ടും അനാഥരെ പോലെ ജീവിക്കുന്ന, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ ചേർത്ത് നിർത്തുവാൻ ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും ദൈവം മനസ്സ് കൊടുക്കുന്നല്ലോ. പ്രിയ ടിനു സിസ്റ്ററിനെ ചേർത്ത് നിർത്തുവാൻ മനസ്സ് കാണിച്ച ആ വാത്സല്യ കുടുംബത്തിന്, ആ സ്ഥാപനത്തിന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തെ, ആ സ്ഥാപനത്തെ, അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. ദൈവത്തിൽ നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ആമേൻ, ഇങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരങ്ങളെ തരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുമിച്ച സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ടിനു സിസ്റ്റർ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതാവുന്ന സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ നിമിഷം വരെയും കർത്താവെ അടിയന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതാകുന്ന അത്ഭുതകരമായ വിടുതലുകളെയും നന്മകളെയും കൊടുത്ത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കാനും എന്റെ സാക്ഷ്യത്തെ കർത്താവ് മറ്റുള്ളവരിലേക്ക് പറയുവാനും എന്റെ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാനും ദൈവം നൽകി തന്ന വലിയ ഭാഗ്യത്തിന് ദൈവത്തെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹമായി തീരണം കർത്താവെ. പ്രത്യേക കർത്താവെ, ഞങ്ങൾ ഈ അരോമ ടിവി ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അതിന്റെ ഉത്തരവാദിത്തങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ഇതിന്റെ നല്ല നടത്തിപ്പിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും കർത്താവ് ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലായി കർത്താവെ ഈ ചാനലെ അവിടുന്ന് മാറ്റുമാറാകണമേ. അനേകം പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമാകുന്ന, അനേകം പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ വെളിച്ചത്തെ പകർന്നു കൊടുക്കുന്ന, ഇരുട്ടിലായിരിക്കുന്ന അനേകർക്ക് ദൈവത്തിന്റെ വെളിച്ചത്തെ കാണിച്ചു കൊടുക്കുന്ന ദൈവമേ ഒരു ചാനലാക്കി ദൈവമേ ഈ പ്ലാറ്റ്ഫോമിനെ അവിടുന്ന് മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരും അപ്പൊ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എന്റെ അപ്പന്റെ സാന്നിധ്യം അവരും അനുഭവിക്കുന്ന നിലവാരത്തിൽ വലിയൊരു ദൈവ പ്രവൃത്തി കാണുവാൻ സ്വർഗം സഹായിക്കണം. ഇതുവരെയും കർത്താവിന്റെ കരുത്ത് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഞങ്ങൾ ഇതിനെ ദൈവകരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥനയാത്ര കേട്ടിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെയും ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച പ്രിയ ടിനു സിസ്റ്ററിനോടതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗഖ്യാരോഗ്യ ദീർഘായുസിന്റെ കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം ഇപ്പോഴും മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതല്ല ഈ സാക്ഷ്യത്തെക്കുറിച്ചുള്ളതായ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com